മക്കയുടെ തിരുമാറിയോട് എന്റെ മുഹമ്മദിനെ ഉപദ്രവിക്കാനുള്ള കാരണമായും തന്നത് ആ സ്നേഹസമ്പന്നനായ മുഹമ്മദിന്റെ കണ്ണ് നിറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാനിവിരാ മുഹമ്മദിനെ മതപ്പിച്ചേരുകയാ. സംയോനി ഹിന്ദും ധൈര്യമുണ്ടോ? ഉമ്മയുടെ മുലപ്പാല് കുടിച്ചവരുണ്ടോ? സന്തോഷം വിട്ടുമാറാത്ത തന്റേടുകൾ അറേബ്യൻ രാജ്യത്തിന്റെ തിരുമാറിലുണ്ടെങ്കിൽ കടന്നു വാടോ. ഹംസയോട് ചോദ്യം ചെയ്യാൻ ആർക്കാ ധൈര്യമുള്ളത്? ഹംസയില മുഹമ്മദിന്റെ കൂടെ ചേരുകയാ. ആരാണ് ഹംസയെ ചോദിക്കാനുള്ളത്? സംഗീതമുള്ളവർ, സങ്കുറപ്പുള്ളവർ, ആണത്വമുള്ളവർ, ഇജ്ജത്തുള്ളവർ, തന്റേടമുള്ളവർ, കായിക ശേഷിയുള്ളവർ അഭ്യസനത്തിലുണ്ടെങ്കിൽ ഹംസയുടെ മുന്നിലേക്ക് കടന്നു വാടാ. എന്റെ മുഹമ്മദിന്റെ കൂടെ ഞാനും ചേരുകയാ. എന്റെ മനസ്സിലേക്ക് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കടക്കാൻ വാടാ. അപൂർവ അത്ഭുതപ്പെട്ടു പോയി ആരാ വരിക? ഹംസയുടെ മുന്നിൽ ആരാ വരിക? അറേബ്യൻ മരുഭൂമി വിറഞ്ഞലിച്ചു പോയ ദിവസമാ. ആകാശം അത്ഭുതത്തോടെ കണ്ടുപോയ ദിവസമാ. വിമാനന്റെ പർവ്വതങ്ങൾ കിടം കൊണ്ടുപോയ ദിവസമാ. ആരാ കഥയുടെ മുന്നിലോട്ട് വരിക? ഒരാൾക്കും കുറ്റപ്പെടുത്താൻ കഴിയില്ല, ഒരാൾക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. യേശുവും ബില്ലാളിമായ മഹാനായ ഹംസ റളിയല്ലാഹു തആല അവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മനസ്സിന്റെ അകത്ത് കനൽക്കെട്ട് കോരിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു മടങ്ങി തന്റെ ഭവനത്തിലേക്ക് പോയി. നടന്നു പോകുമ്പോൾ രണ്ട് ആദർശങ്ങൾ മനസ്സിന്റെ അകത്ത് പെരുമ്പറ മുഴക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, മുഹമ്മദിനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എന്തൊക്കെയാ ഞാനിവിടെ ആവേശം കൊണ്ട് വിളിച്ചു പോയത്. മനസ്സുകൊണ്ട് ചിന്തിക്കുകയാ, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു. എന്റെ പൂർവികരും ഞങ്ങളുമൊക്കെ എത്രയോ കാലങ്ങൾ കൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബിംബങ്ങളെ തള്ളി പറയാൻ എങ്ങനെയാണ് എന്റെ മനസ്സിന് ധൈര്യം വന്നത്? പെട്ടെന്ന് ചിന്തിക്കുകയാണ്, ആവേശം കൊണ്ട് പറഞ്ഞു പോയതല്ലേ, ആവേശം കൊണ്ട് പറഞ്ഞു പോയതല്ലേ, പറഞ്ഞത് തെറ്റിപ്പോയോ, അങ്ങനെ പറഞ്ഞത് കളവായി പോയോ, എന്റെ പൂർവീകരെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ഞാൻ പെട്ടുപോയോ? ഹംസ റളിയല്ലാഹു അൻഹുവിന് ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറഞ്ഞും കിടക്കുകയാണ്, സമാധാനമില്ല, സത്യവേദം അറിയാൻ വയ്യ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഒരു വാക്കുകൊണ്ട് പോലും കളവ് പറയാത്ത കൂട്ടുകാരൻ, ഒരാളെയും വേദനിപ്പിക്കാത്ത കൂട്ടുകാരൻ, ഒരാളുടെയും മനസ്സിൽ സങ്കടം കൊടുക്കാത്ത കൂട്ടുകാരൻ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കൂലല്ലോ. പുതിയ ഒരു മതത്തിന്റെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കാൻ എന്റെ മുഹമ്മദിന് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് എന്റെ മുഹമ്മദ് പറഞ്ഞതാണോ ശരി, അതല്ല ഞങ്ങളുടെ പൂർവീകർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനയാണോ ശരി? മനസ്സിന്റെ അകത്ത് ആദർശങ്ങൾ പെരുമ്പറ മുടക്കുമ്പോൾ ഒരാള് കടന്നു വരികയാണ് ഉപദേശിക്കാൻ, ഒരാള് കടന്നു വരികയാണ് ഉപദേശിക്കാൻ. ഒരാൾക്ക് ഹിദായത്ത് കിട്ടുമ്പോ അതിനു മുമ്പ് മനസ്സിലേക്ക് ഉപദേശിക്കാനായി ആദ്യം കടന്നു വരുന്ന മനുഷ്യൻ തന്നെയാണ് ആരെന്നറിയോ? മാറ്റൂര് വന്നിരുന്ന കൊണ്ട് കല്ലുകൂടി നിർത്തണമെന്ന് ഏതെങ്കിലും ചെറുപ്പക്കാർ ചിന്തിച്ചാൽ അവനവിടെ നിന്ന് നടന്നു പോകുമ്പോൾ അവനോടൊപ്പം ഒരാൾ ഉപദേശിക്കാൻ കൂടെ വരുന്നതാണ്. അവൻ വീട്ടിനകത്ത് പോയി കിടന്നിട്ട് ചിന്തിക്കുന്നു, ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് കല്ലുകൂടി നിർത്താൻ ഞാൻ തീരുമാനിച്ചല്ലോ, അത് വേണമായിരുന്നോ എന്ന് ചിന്തിക്കുമ്പോ ഉപദേശിക്കാൻ ഒരാൾ കടന്നു വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കൺപീലിയിൽ പെയിന്റ് അടിക്കരുതെന്ന് പറയുമ്പോ, മോഡൽ വസ്ത്രം ധരിക്കരുതെന്ന് പറയുമ്പോ, ക്യൂടെക്സ് പുരട്ടരുതെന്ന് പറയുമ്പോ, ലിപ്സ്റ്റിക് പുരട്ടരുതെന്ന് പറയുമ്പോ, ഈ സദസ്സിൽ നിന്നുകൊണ്ട് കണ്ണീരോടെ ദുആ ചെയ്യുമ്പോ പൊട്ടിക്കരുന്നുകൊണ്ട് ആമീൻ പറഞ്ഞ് ഇല്ല, അല്ലാഹുവേ ഇല്ല, ഒരിക്കലും ഇനി അതൊന്നും ചെയ്യൂല എന്ന് തീരുമാനിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പോകുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വാത് കേട്ടു പോകുന്ന സഹോദരിമാരുടെ മനസ്സിനെ ഉപദ്രവിക്കാൻ വേണ്ടി, ഉപദേശിക്കാൻ വേണ്ടി ഒരാൾ കിടന്നു വരുമല്ലോ. ഒരാളും നന്നാകുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത, ഒരാളും നിസ്കരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത, ഒരാളും തലമറക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത, ഒരാളെ സ്വതക്ക ചെയ്യുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത, ഒരാളും പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് രക്ഷപ്പെടുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത മുഴുവൻ ജനങ്ങളെയും നരകത്തിൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, ലോകത്ത് അവനാണ് നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ ശത്രു, ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഇബ്ലീസ് അത്ഭുതപ്പെട്ടു പോയി. ഹംസ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? മുസ്ലിം ആകാൻ പോവാണോ?
മുഹമ്മദ് നബിയുടെ കൂടെ നിൽക്കാനോ? പിന്നെ എങ്ങനെ? മുഹമ്മദിനെ കൊല്ലാൻ വേണ്ടി ഇബ്ലീസ് ആളെ കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോ ഹംസയാണ് ഇബ്ലീസിന്റെ ഒക്കെ പിടികൊള്ളി. അവരൊക്കെ നല്ല തന്റെ ഇടമുള്ളവരാണ്. അവർ നിൽക്കുന്ന സ്ഥലത്ത് ആൽബലം ഉണ്ടാവുക. ഈ ഹംസ എങ്ങോട്ടും മാറാൻ പോയാ സഹിക്കാൻ പറ്റുമോ? ഇബ്ലീസ് ഓടുകയാണ്. ഹംസ പോയി വീട്ടിനകത്ത് കിടക്കുമ്പോ ഇബ്ലീസ് ഹംസയുടെ മനോമുഖരത്തിന്റെ ഉള്ളറയിലേക്ക് പടർന്നു കയറിയിട്ട് പറഞ്ഞു, അന്ത സയ്യിദു ഖുറൈശ്. എടാ മടയനായ ഹംസ, നീ ആരാണ്? ഇന്നലെ മാക്കവി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ പെട്ടെന്ന് മാക്ക ഒരു പരിശീലനം നിരോധിക്കാൻ പോയാ നീ ആരാ? നിനക്ക് എവിടെയൊക്കെ ബിൽഡിംഗ് ഉണ്ട്, നിനക്ക് എവിടെയൊക്കെ സ്വത്തുണ്ട്, നിനക്ക് എവിടെയൊക്കെ പിടിപാടുണ്ട്, ഏതൊക്കെ മന്ത്രി നിന്റെ വീട്ടിൽ വരുന്നു, ഏതൊക്കെ അധികാരി വർഗം നിന്റെ വീട്ടിനകത്ത് വരുന്നു, ആ വില ഒരൊറ്റ പ്രസംഗം കൊണ്ട് നിനക്ക് കളഞ്ഞു കുടിക്കണമോ എന്ന് ഇന്നലെ കിടന്നുറങ്ങിയ ചില പലിശ രാജാക്കന്മാരുടെ മനസ്സിൽ വന്ന് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തതുപോലെ ആ ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വന്നിട്ട് പറഞ്ഞു, അന്ത സയ്യിദു ഖുറൈശ്. ഹംസ, ഖുറൈശികൾക്ക് ഒരു നേതാവുണ്ടെങ്കിൽ അത് നീയാണ്. അബൂജഹലൊന്നും ഒന്നുമല്ല ഹംസ, അവരുടെ നേതാവ് നീയാണ്. എന്തെങ്കിലും പുലമ്പുന്ന ഈ പയ്യനെ, പക്വതയെത്തിയിട്ടില്ലാത്ത ഈ മുഹമ്മദിനെ നീ പിൻപറ്റുകയാണോ ഹംസ? എന്തൊരു യോഗ്യതയാണ് മുഹമ്മദിനുള്ളത്. നിന്നെ വെച്ച് നോക്കുമ്പോ നിനക്ക് സുഖമില്ലേ ഹംസ? നിന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാര് നേരത്തെ നിനക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് പോയ മതങ്ങളെ മുഴുവനും കുറ്റപ്പെടുത്തിയിട്ട് നിന്നോടൊപ്പം കളിച്ചു വളർന്നു എന്ന് പറയുന്ന മുഹമ്മദ് പറയുന്ന മതം സ്വീകരിക്കാൻ നിനക്ക് തലയ്ക്ക് ഭ്രാന്താണോ? ഇബ്ലീസ് വന്ന് പറഞ്ഞു കൊടുക്കുന്നു, അന്ത സയ്യിദ് ഖുറൈശ്. ഈ ഖുറൈശികളുടെ നേതാവല്ലേ ഹംസ? നിനക്ക് എന്ത് സംഭവിച്ചു പോയ ഹംസ? നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു കൊടുക്ക, പിടികൊടുക്കരുത് ഹംസ, പിടികൊടുക്കരുത്, പവർ നഷ്ടപ്പെടുത്തരുത്. പാവപ്പെട്ടവര് മാത്രമുള്ള ആ മതത്തിലേക്ക് ഹംസ നീ പോയാൽ നിനക്ക് ആരുമില്ലാതാകും. നിന്റെ ഇപ്പോഴത്തെ നില പോകും, അന്തസ് പോകും, അഭിമാനം പോകും, ആഭിജാത്യം പോകും, പവർ പോകും, അധികാരം നഷ്ടപ്പെടും, സ്ഥാനം നഷ്ടപ്പെടും, ആരും നിന്നെ ബഹുമാനിക്കില്ല. അതുകൊണ്ട് എന്തിനാണ് അതിന് പോവുക? അൽ മൗതു ഖൈറുൻ ലക മിമ്മാ സനഅത. ഇബ്ലീസിന്റെ തന്ത്രപ്രധാനമായ പ്രഭാഷണത്തിന്റെ ഭാഗമാണ് അൽ മൗതു ഖൈറുൻ ലക മിമ്മാ സനഅത. ഏ മുഹമ്മദ്, ഏ ഹംസ, മരണമാണ്. ആ മതം വിശ്വസിക്കുന്നതിനേക്കാളും നിനക്ക് നല്ലത് മരണമാണ്. ആ മതം വിശ്വസിക്കുന്നതിനേക്കാളും നിനക്ക് നല്ലത് മരണമാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് പെരുമ്പറ മുഴക്കുകയാണ്. ആദർശങ്ങൾ ഇങ്ങനെ തമ്മിലടിക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് ഓടുകയാണ്. കഅബയുടെ മുമ്പിലേക്ക് ഓടുകയാണ്. കഅബ ശരീഫിന്റെ മുമ്പിലേക്ക് മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല ഓടുകയാണ്. അവിടെ ചെന്നിട്ട് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇൻകാന റസൂലാ فجعل تصديقه في قلبي وإلا فاجعل لي مما وقعت فيه مخرجا. അല്ലാഹുവേ, മുഹമ്മദ് എന്ന് പറയുന്ന നിന്റെ പ്രവാചകൻ പറഞ്ഞതാണ് സത്യസന്ധമായ വർത്തമാനമെങ്കിൽ, അല്ലാഹുവേ, ഫജഅൽ തസ്ദീഖഹു ഫീ ഖൽബി, എന്റെ ഹൃദയത്തിനകത്തതിനെ നീ ഉറപ്പിച്ചു തരണേ അല്ലാഹ്. ആശങ്കയിലാണ്, മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പിക്കണേ അല്ലാഹ്, ഉറപ്പിക്കണേ അല്ലാഹ്. അതാണ് സത്യമെങ്കിൽ ഉറപ്പിക്കണേ അല്ലാഹ്. വഇല്ലാ ഫജഅൽ ലീ മിമ്മാ വഖഅതു ഫീഹി മഖ്റജാ. അതല്ല, മുഹമ്മദ് പറഞ്ഞത് കളവാണെങ്കിൽ, ഞാൻ ആ മുഹമ്മദിനോടുള്ള ഇഷ്ടം കൊണ്ട് ഇന്നലെ പറഞ്ഞു പോയത് അബദ്ധമായി പോയെങ്കിൽ എനിക്കതിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴി കാണിച്ചു തരണമെന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ കഅബാലയത്തിന്റെ മുമ്പിലിരിക്കുമ്പോ ആകാശം സന്തോഷിച്ചു പോയ, പ്രപഞ്ചം സന്തോഷിച്ചു പോയ, ഭൂമി മുഴുവനും സന്തുഷ്ടരായി പോയ മനോഹരമായ സമയമാണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉറച്ചു. മുത്തറസൂലിന്റെ മുമ്പിലേക്ക് ഓടി, യാ ഹബീബല്ലാഹ്, യാ റസൂലല്ലാഹ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരംഭ റസൂലിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി.
എത്ര ഏറുകൊണ്ടതാ, എത്ര ഉപദ്രവമേറ്റതാ, എത്ര കഷ്ടപ്പെട്ടു പോയതാ, എത്ര നൊമ്പരം അനുഭവിച്ചതാ. ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ മനസ്സിന്റെ ഉള്ളറയിൽ അല്ലാഹു ഈമാൻ ഉറപ്പിച്ചു തരട്ടെ എന്ന് മഹാനായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഹംസ റളിയല്ലാഹുവിന്റെ പുന്നാര ഹബീബിനെ വിളിച്ചിട്ട് ഒരു ഭാഗത്ത് എടുത്ത പ്ലാൻ എന്താണ്? എന്തായിരിക്കും ഹംസ റളിയല്ലാഹു പറയാൻ പോകുന്നത്? ഉമർ റളിയല്ലാഹു ഇസ്ലാം മതം സ്വീകരിച്ച ചരിത്രം നിങ്ങൾ കേട്ടല്ലോ. കാലം കൊതിക്കുന്ന നീതിമാൻ. അതിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പാടെ ഉമർ റളിയല്ലാഹു ചെയ്തതെന്താണ്? ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ നബിയെ എന്ന് ചോദിച്ചു. അങ്ങോട്ട് ഹംസ റളിയല്ലാഹുവിന്റെ ശഹാദത്ത് കലിമ പറഞ്ഞ് മാറി വന്നിട്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയാണ്. ഇബ്ലീസ് പേടിച്ച് ഭയന്ന് വിറച്ച് മാറിപ്പോയി. കാരണം എന്തേ? ഇനി ഹംസയെ പിടിച്ചാൽ കിട്ടൂല. ഇതിലേക്ക് കയറുന്നതിന് മുമ്പ് പിടിക്കണമായിരുന്നു. നമ്മൾ അറിയില്ല ഇബ്ലീസ് നമ്മളെ പിടിക്കുന്നത് പ്രശ്നം. ഇബ്ലീസ് നമ്മളെ പിടിക്കുന്നത് നമ്മൾ അറിയില്ല. നമ്മുടെ ആദർശത്തെ ഇബ്ലീസ് നഷ്ടപ്പെടുത്തും. നമ്മളറിയില്ല. മുമ്പൊരാള് ഹജ്ജിന് പോകാൻ വേണ്ടി, പഴയ കാലത്ത് കപ്പലുകളിലാണ് ഹജ്ജിന് പോവുക. പാസ്പോർട്ടും വിസ അങ്ങനൊന്നുമില്ല. ഒരു പ്രദേശത്ത് നിന്ന് ഒരു കപ്പൽ കുറെ ആളുകളെ കയറ്റി ഹജ്ജിന് പോകുമ്പോൾ അതങ്ങനെ പോകും. പിന്നെ ആ ഹജ്ജിന്റെ സീസണിൽ പിന്നെ അവിടെ നിന്ന് വേറൊരു കപ്പലില്ല. ആ നാട്ടിൽ നിന്ന്, ആ പ്രദേശത്തിൽ നിന്ന് അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് കെട്ടും തുണിയും സാധന സാമഗ്രികളൊക്കെ ആയിട്ട് പഴയ കാലത്ത് ഹജ്ജിന് പോവാണ്. അങ്ങനെ ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി എല്ലാവരോടും യാത്ര ചോദിച്ചു. സന്തോഷമായി ഓടി വന്ന് കപ്പൽ കയറാൻ പോകുമ്പോൾ കപ്പൽ പോയിട്ട് കുറെ സമയമായി എന്ന് ജനങ്ങൾ പറഞ്ഞു. ആ മനുഷ്യന്റെ മനസ്സ് വല്ലാത്ത സങ്കടം കൊണ്ട് നിറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് കരയാൻ തുടങ്ങി. അല്ലാഹ്, നിന്റെ കഅബ കാണാൻ ഈ പാവപ്പെട്ടവന് കഴിയില്ലല്ലോ റബ്ബേ. അല്ലാഹുവേ, എനിക്ക് കഴിയില്ലല്ലോ അല്ലാഹ്, ഞാൻ എത്ര കൊതിച്ചു പടച്ചവനെ ആ കഅബയൊന്ന് കാണാൻ. അതിനുശേഷം നിന്റെ പിന്നാര ഹബീബിന്റെ ചാരത്ത് വരാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാഹ്. സങ്കടത്തോടെ കണ്ണിങ്ങനെ അണക്കെട്ട് പൊട്ടുന്ന പോലെ കണ്ണീരിങ്ങനെ ഒഴുകാണ്. ആ സമയത്ത് കരുത്തനായ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ഹബീബ്, എന്റെ വിഷമം, കപ്പൽ പോയി, എനിക്ക് ഹജ്ജിന് പോകാൻ കഴിയില്ല. നിങ്ങളുടെ 100 ഇരട്ടി ആരോഗ്യം എനിക്കുണ്ട്. അല്ലാഹു എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് കയറിയാൽ അലറി വിളിക്കുന്ന തിരുമാലകളെ കീറി മുറിച്ചുകൊണ്ട് നിങ്ങളെയും കൊണ്ട് നീന്തി ഞാൻ ആ കപ്പലിന്റെ ഭാഗത്ത് എത്തുന്നത് വരെ വിശ്രമമില്ലാതെ നീന്തി നിങ്ങളെ ആ കപ്പലിലാക്കി തരാം. ഇയാൾ പറയുന്നു, എനിക്ക് വിശ്വസിക്കാമോ? ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. അയാൾ പറയുന്നു, ഒരു മനുഷ്യനെ കൊണ്ട് അതിന് പറ്റുമോ? കഴിയും, ധൈര്യമായിട്ടോ. അപ്പൊ ഈ പാവപ്പെട്ടവർ വിചാരിച്ചു, കപ്പലെത്തുന്നതിന് മുമ്പ് കടലിൽ പകുതിയിലെത്തി മുങ്ങി മരിച്ചുപോയാലും കുഴപ്പമില്ല. കാരണം എന്തേ? ഹജ്ജിന്റെ നിയത്തായത് കൊണ്ട് കൂലി കിട്ടുമല്ലോ. എന്തായാലും മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ. അള്ളാന്റെ തീരുമാനം എന്ന് പറഞ്ഞ് കയറി. ഈ മനുഷ്യന്റെ ശരീരത്തിൽ കയറിയിരുന്ന ഈ മനുഷ്യൻ വല്ലാതെ ഇങ്ങനെ നീന്തി കടലിന്റെ തിരമാലകൾ നിറച്ച് കിടന്ന് കപ്പലിന്റെ ഭാഗത്തെത്തി. ആ മനുഷ്യൻ കപ്പലിന്റെ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് പറഞ്ഞു, കയറിക്കോ കയറിക്കോ എന്ന് പറഞ്ഞ് കയറി. ഈ പ്രിയപ്പെട്ട സഹോദരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേരെന്താണ്? ഒന്നും ഞാൻ ചോദിച്ചില്ല. എന്നെ ഇവിടെ കൊണ്ടുവരാൻ മാത്രം ഇത്ര ശക്തിയിൽ വന്ന് നിങ്ങൾ ആരാണ്? ആ മനുഷ്യൻ പറഞ്ഞു, വിഷമൊന്നും വിചാരിക്കണ്ട, അന ഇബ്ലീസുൽ ലഈൻ, ഞാൻ ശപിക്കപ്പെട്ട ഇബ്ലീസ്. അല്ലാഹു. മറ്റേയാള് പറഞ്ഞു, കഷ്ടപ്പെട്ട് ഹജ്ജിന് പോകാൻ നിവൃത്തിയില്ലാതിരുന്ന എന്നെ കൊണ്ട് ഹജ്ജിന് പോകാൻ ഇത്രയും വലിയ മഹാനാണോ നീ? ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ. എത്രയോ പ്രാവശ്യം ഞാൻ നിന്റെ പേര് കേൾക്കുമ്പോൾ അനത്തുക എന്ന് പറഞ്ഞു, നീ നശിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറയാം, അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വന്നത്. എന്താണെന്നറിയോ? നിങ്ങളുടെ ഈ കപ്പൽ പോയപ്പോൾ നിങ്ങൾ ഈ കടലിന്റെ കരയിലിരുന്നു കൊണ്ട് കരഞ്ഞപ്പോ വാനലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ അത്ഭുതപ്പെട്ടുപോയി. അവർ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഒരു മനുഷ്യന് ഹജ്ജിന് പോകാൻ അയാൾക്ക് വാഹനം നഷ്ടപ്പെട്ടു പോയപ്പോ ഇരുന്ന് കരയുന്നത് കണ്ടില്ലേ? അള്ള പറയുന്നവൻ കരയട്ടെ. അവന്റെ ഓരോ തുള്ളി കണ്ണീരിനും ഓരോ ഹജ്ജിന്റെ കൂലി ഞാൻ കൊടുക്കാൻ പോവാണ്. ഇബ്ലീസ് പറഞ്ഞു, അങ്ങനെ നീ ഓസിന് കുറെ ഹജ്ജ് ഉണ്ടാക്കണ്ട, നീ ഒറ്റ ഹജ്ജ് ചെയ്താൽ മതി, കേരളാന്ന് പറയുന്നുണ്ടോ? ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ ഓരോ തുള്ളി കണ്ണീരിനും ഓരോ ഹജ്ജാണ്. അങ്ങനെ ആകുമ്പോൾ നിനക്ക് എത്ര കൂലി? അതുകൊണ്ട നീ ഡയറക്റ്റ് ഹജ്ജിനെ പറ്റി ആകുമ്പോൾ ഒന്നല്ലേ കിട്ടുള്ളൂ, അത് മതി, കയറിക്കൊന്നു കൊണ്ടുപോയതാ. നമ്മൾ അറിയാതെ നമ്മളെ ഇബ്ലീസ് നമ്മളറിയില്ല. എല്ലാ നന്മകളും നശിപ്പിക്കും, എല്ലാ നന്മകളും ആ ശപിക്കപ്പെട്ടവർ നശിപ്പിക്കും. അള്ളാഹു പടച്ചറമ്പരാനെന്നെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഇങ്ങനെ പോയാ മതിയോ? ഹംസയുണ്ടല്ലോ, ഇനി കണ്ണീര് തുടയ്ക്കണം നബിയേ, ഇനി കരയുന്നത് നബിയേ, ഇനി ഞാൻ കരയാറ്. എന്റെ മുത്ത് റസൂലിനെ കരയാൻ പാടില്ല. ഹംസയുടെ ശരീരത്തിന് മുറിവേൽക്കാറ് എന്റെ മുഹമ്മദ് റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് മുറിവേൽക്കാൻ പാടില്ല. ഇബ്ലീസിനോട് പടകെട്ടിയിട്ട് ഈമാനിന്റെ പടകത്തിന് മനോമുഖരത്തിൽ കത്തിച്ചൊലിക്കൊണ്ട് കടന്നു വന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല പഠിക്കണം ചെറുപ്പക്കാരാ, പഠിക്കണം ചെറുപ്പക്കാരാ. കാമുകിമാർക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഏഴാംകൂലികളായ കന്നുകാലികൾ തോറ്റുപോകുന്ന അടിസ്ഥാനമില്ലാത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാർ പഠിക്കണം മോനെ. നിന്റെ മുന്നിലൂടെ നടന്നുപോയ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രമുള്ള ചെറുപ്പക്കാരെന്ന് വിളിച്ചിട്ട് അവരുടെ മനസ്സിനെ ആ മഹാനുഭാവന്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കാൻ പോവുകയാണ്. നാളെ അവർ വിളിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പോകണ്ടേ? എഴുന്നേറ്റ് ചെല്ലുമ്പോ ആ മഹാനുഭാവൻ എന്നെ ഇഷ്ടപ്പെട്ട മക്കളെ വാ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം. എന്തുകൊണ്ട് പവറില്ല? ലോകത്തുള്ള മുഴുവൻ ശുഹദാക്കളുടെയും നേതാവാണ്. പിന്നെ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? പിന്നെ എന്തിനാണ് ആശങ്കപ്പെടുന്നത്? ഹംസ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനോട് പറയുന്നു, ഫഅലിഹി ഇബ്നു അഖീ ദീനക നബിയേ, ചെറ്റക്കുടിലിന്റെ ഉള്ളിൽ എടുക്കാനുള്ളതല്ല ദീൻ. നബിയെ രംഗത്ത് വരിക, അല്ലാഹുവിന്റെ റസൂലേ പരസ്യ പ്രഖ്യാപനം നടത്തുക. ഒരുത്തനെയും പേടിക്കണ്ട നബിയേ, ഹംസയില്ലേ നബിയേ, ഹംസയില്ലേ നബിയേ. എന്തൊരു ധൈര്യമാണ് അങ്ങനെ പറയണമെങ്കിൽ. വെറുതെ പെട്ടെന്നൊരു ആവേശം എന്ന് പറഞ്ഞതല്ല. 1000 ആളുകൾ അടിച്ചു തകർക്കാനുള്ള കുതിരശക്തിയോടെ, അതിലേറെ ഈമാനികമായ ശക്തിയോടെ. ആദ്യം വേണ്ടത് ഈമാനികമായ ശക്തിയാണ്. പെണ്ണ് കെട്ടാൻ വേണ്ടി മുസ്ലിമായതല്ല, സക്കാത്ത് വാങ്ങാൻ വേണ്ടി മുസ്ലിമായതല്ല, വീട് കിട്ടാൻ വേണ്ടി മുസ്ലിമായതല്ല, നിർബന്ധ സാഹചര്യത്തിൽ ഇങ്ങനെ പെട്ടുപോയതല്ല. എന്റെ പ്രിയമുള്ളവരെ, നിർബന്ധിത മതപരിവർത്തനത്തിന് മുസ്ലിം സമുദായം രംഗത്ത് വരാൻ പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞ അവൻ യഥാർത്ഥ മുസ്ലിമല്ല, യഥാർത്ഥ മുസ്ലിമല്ല. പിന്നെ യഥാർത്ഥ മുസ്ലിമാരാണ്, യഥാർത്ഥ മുസ്ലിമാരാണ്. ഞാൻ ഓർത്തുപോകുന്ന കോഴിക്കോട് കടപ്പുറത്ത് ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ഉസ്താദേ നിങ്ങൾ എനിക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരണം. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലെ സഹോദരനാണ്. ആലിക്കുട്ടി ഉസ്താദിന്റെ അടുത്തുണ്ടായിരുന്നു. അള്ളാഹു ആയുസ് കൊടുക്കട്ടെ, അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഏൽപ്പിച്ചു. ഉസ്താദ് ആ പ്രിയപ്പെട്ട സഹോദരന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, ആരെങ്കിലും നിന്നെ നിർബന്ധിച്ചതാണോ? ആരെങ്കിലും നിന്നെ നിർബന്ധിച്ചതാണോ? ആ സഹോദരൻ പറഞ്ഞു, ഇല്ല. ആരെങ്കിലും നിർബന്ധിച്ചു പറഞ്ഞിട്ടാണോ നീ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചതല്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ പഠിച്ചത്. എന്റെ കുടുംബം മുഴുവനും ഇസ്ലാമിലേക്ക് വരാൻ പോവുകയാണ്. ആലിക്കുട്ടി ഉസ്താദ് ഒരു നല്ല മനോഹരമായ പേരിട്ട് കൊടുത്തുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തിലേക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു പോരെങ്കിൽ എന്റെ സഹോദര, എന്റെ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരങ്ങളെ, ഇവിടെയുള്ള ക്രൈസ്തവ സഹോദരങ്ങളെ, ഒരിക്കലും മുസ്ലിമിനത് ചേർന്നതല്ല. നിങ്ങളിൽ ഒരാളെ കൊണ്ടുവന്ന് വാട് കാണിച്ചിട്ട് വിശ്വസിക്കട എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. പിന്നെ വാടെടുത്തതൊക്കെ എന്തിനാ? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാ. തലകെട്ടിയെറിയാൻ വരുമ്പോ നമസ്കരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് തിരിച്ചിരുന്നു കൊണ്ടെന്ന് ശബ്ദമുണ്ടാക്കിയതാണ്. അല്ലാതെ മൂർച്ചയുള്ള വാട് കാണിച്ചുകൊണ്ട് ഷഹാദത്തിന്റെ തീരത്തിലേക്ക് ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ പ്രവർത്തകരും മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടില്ല. ഹൈന്ദവരാരെങ്കിലും മാത്തൂരിന്റെ പരിസരത്തുണ്ടെങ്കിൽ പഠിച്ചോ. ഉണ്ടെങ്കിലല്ല, നിങ്ങൾ ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് പഠിച്ചോ. ധർമ്മോ രക്ഷിത രക്ഷിത, ധർമ്മത്തെ നീ രക്ഷിച്ച ധർമ്മം നിന്നെ രക്ഷിക്കുമെന്ന് പഠിപ്പിക്കുന്ന മഹാഭാരതത്തിന്റെ അനുചരന്മാരെ, മഹാഭാരതത്തിന്റെ അനുചരന്മാരെ, യഥാർത്ഥത്തിൽ ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിൽ ഏറ്റവും അധികം പൊട്ടിക്കരയുന്നത് മുസ്ലിങ്ങളെക്കാൾ ഏറ്റവും അർഹതപ്പെട്ട ഹിന്ദുക്കളാണ്. യഥാർത്ഥ ഹിന്ദുക്കൾക്ക് വല്ലാത്ത സങ്കടമാണ്. യഥാർത്ഥ ഹിന്ദു എന്ന് ഞാൻ പറഞ്ഞത് മനസ്സിന്റെ അകത്ത് സ്വാർത്ഥതയും തീവ്രതയും ഇല്ലാത്ത, അവരുടെ ശിവൻ പറഞ്ഞതുപോലെ, ദുര്യോധനൻ പറഞ്ഞതുപോലെ, കർണൻ പറഞ്ഞതുപോലെ, ഭഗവാൻ പറഞ്ഞതുപോലെ ജീവിക്കുന്ന, ആ രീതിയിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാഹോദര്യം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയല്ല. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പെടാപ്പാടാണ് ഇസ്ലാം വാളെടുക്കേണ്ടി വന്നത്. അല്ലാതെ അവരെ ദീൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ അത് ശരിയാവില്ല, അത് ശരിയാവില്ല. മനസ്സ് ഉറച്ച് നാവ് കൊണ്ട് പറയുമ്പോഴാണ് ഷഹാദത്ത് കലിമ പറയുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ സ്വീകരിക്കപ്പെടുക. അൻസാറിയല്ലാവെന്ന് പറഞ്ഞ് പേടിക്കേണ്ട നബിയെ ഞാനുണ്ട്, ആരും നിങ്ങളൊന്നും ചെയ്യൂല. ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രചരണ വീതിയിൽ ഞാനുണ്ട് നബിയെ, നിങ്ങൾ രംഗത്തുവാ. പക്ഷേ അൻസാറിയല്ലാഹുവിന് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വീറും വാശിയും തെന്റെയിടവും വിളിയും.
അബൂജഹൽ കമ്മിറ്റികൾ കൂടി പുതിയ സെക്യൂരിറ്റികളൊക്കെ നിശ്ചയിച്ചിട്ട് പറഞ്ഞു, ഹംസയെ നമുക്ക് തട്ടണം, അവൻ ശരിയാവില്ല. റളിയല്ലാഹു അൻഹു മുസ്ലിമായപ്പോഴും അങ്ങനെയായിരുന്നു. വിളിച്ചിരുന്നുകൊണ്ട് 27 ആളെ കൊണ്ട് വെട്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹംസയെ നമുക്ക് കൊല്ലണം, അവൻ ഇസ്ലാമിന് വലിയ ഒരു വളർച്ചയുടെ കാരണമാകും. അതുകൊണ്ട് ഹംസയെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല. ഒരുപാട് സംഘടനകൾ നടന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ കുറേശ്ശെ സംഘടനകൾ നടന്നു, ചെറിയ യുദ്ധങ്ങൾ നടന്നു. ആ യുദ്ധങ്ങളിലെല്ലാം ചെറിയ സംഘടനകളാണ് ഇവിടെ യുദ്ധം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലെല്ലാം മഹാനായ ഹംസ റളിയല്ലാഹു തആല നേതാവായിരുന്നു. അവസാനം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ധീരത മനസ്സിലാക്കാൻ, തന്റെ ഇടം മനസ്സിലാക്കാൻ ലോകം മുഴുവനും അല്ലാഹുവിന്റെ സിംഹം തന്നെയാണെന്ന് വിളിച്ചു പോകാൻ പറ്റുന്ന ഒരു വലിയ പോരാട്ടം നടന്നു. അറേബ്യയിൽ ഒരു വലിയ പോരാട്ടം നടന്നു. മറക്കാൻ കഴിയില്ല മാത്തൂരുകാരെ. മനോമകരത്തിന്റെ ഉള്ളറയിൽ ആ പോരാട്ടത്തിന്റെ വീര്യം തെളിഞ്ഞു വരട്ടെ. റമദാൻ 17 ബദർ മൗലൂദ് ആ പോരാട്ട വീര്യക്കാരുടെ നേതാക്കന്മാരെ മനസ്സിന്റെ അകത്ത് കൊണ്ടുവന്ന് ആ ദിവസത്തിൽ പര്യവസാനിപ്പിക്കല്ലേ ചെറുപ്പക്കാരാ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വീറും വാശിയും തന്റെ ഇടവും ശക്തിയും ആർജവവും ആവേശവും ആത്മീയതയും മനസ്സിലാക്കുന്ന ഒരു വലിയ സംരംഭമായിരുന്നു ബദർ. എന്തും ഇഹ്റാജായുള്ളൊരു ലഘുവായി വേച്ച് സുബൈകളേതെല്ലാം ഉണ്ട് കിണ്ടന്നൽ അൽതാമുണ്ടറൂമൈറും കിറാനാം ജാബീറും അബിലുസൈനും ഇതുകൂടി കേമക്കാരായുള്ള നാമക്കാരെ എന്തും നേബിയുള്ള വിടർപ്പിയാമെന്ന് ഇഹ്റാജായുള്ളൊരു ലഘുവായി വേച്ച് സുജൈകളേതെല്ലാമുണ്ട് എത്ര കാലമായി ഇതൊക്കെ നമ്മൾ കേട്ടിട്ട് അല്ലേ? പ്രായം ചെന്ന ഉപ്പമാരൊക്കെ ആലോചിക്കുകയാണ്, എത്ര കൊല്ലമായി ബദർ പടപ്പാട്ടിന്റെ മനോഹരമായ ഈരടികൾ നമ്മൾ കേട്ടിട്ട്. വലിയ ബിസിനസിന്റെ ചർച്ചയിലാണ് 1.5 വയസ്സായത്. ഇപ്പോ നമ്മുടെ മക്കൾക്ക് ബദർ പടപ്പാട്ട് അറിയില്ലല്ലോ, ചോട്ടാബീന്നറിയാം. നിങ്ങളല്ലേ പഠിപ്പിച്ചു കൊടുത്തത്? അടുത്തൊരു കുടുംബത്തിൽ നടന്ന സങ്കടത്തിന്റെ കണ്ണീരിന്റെ ഒരു അവസ്ഥ ഒരു കൂട്ടുകാരൻ പറഞ്ഞപ്പോ ഞെട്ടിപ്പോയി ഞാൻ. ആ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നു, ഉമ്മ മകനോട് യാത്രയാവും സലാത്തിലെ ഖുർആൻ എന്നൊക്കെ പറയുമ്പോ മുനെ അമ്മാനോട് ദുആ ചെയ്തിട്ട് കിടക്കും മുനെ, അല്ലെങ്കിൽ നരകത്തിൽ പോകുന്നൊക്കെ പറഞ്ഞു. കുഞ്ഞുമക്കളുടെ മനസ്സല്ലേ ഇങ്ങനെ പറയുമ്പോൾ ആ മകൻ പറയുന്നു, ഉമ്മ പറയുന്നു, മോനെ നരകത്തിൽ പോകും അള്ളാഹു അടിക്കുമെന്ന് പറഞ്ഞപ്പോ ആ മകൻ പറയുന്നു, അള്ളാഹുവിനെക്കാളും ശക്തിയുള്ള ചോട്ടാബീൻ എനിക്കുണ്ടല്ലോ. അറിവില്ലാത്ത പ്രായമായിരിക്കാം, സംഭവിച്ചു. പക്ഷേ ഈ ഒരു വാക്ക് ഇസ്ലാമിൽ നിന്ന് ഒരു കുടുംബത്തെ പുറത്തു കൊണ്ടുപോകാൻ മതിയാണ്. അള്ളാഹുവിനെക്കാളും ശക്തി ഒരാൾക്കുണ്ട്. കുഞ്ഞറിയാതെ പറഞ്ഞതാ, പക്ഷെ ഈ അറിയാത്ത കുഞ്ഞിനെ ആരാണ് ഇത് അറിയിച്ചു കൊടുത്തത്? അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ പ്രിയപ്പെട്ട ഉമ്മമാരെ? വല്ലാഹി നിങ്ങൾക്കതിന്റെ അനുഭവം അല്ലാഹു തരും. റബ്ബ് കാത്തിരിച്ചിട്ടെ. നമ്മുടെ മക്കളുടെ നാവിൽ അതല്ല വരേണ്ടത്. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ചാടി തമ്പിയ വെള്ളം കുടിക്കുന്നോനാരടാ. പഠിക്കട്ടെ, നമ്മളെ മക്കള് പഠിക്കട്ടെ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പഠിക്കട്ടെ, അലി റളിയല്ലാഹു അൻഹുവിനെ പഠിക്കട്ടെ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു
റളിയല്ലാഹുവിനെ പഠിക്കട്ടെ. യുദ്ധത്തിന്റെ രണാകുലത്തിൽ പിടഞ്ഞു വീണുപോയ വലത്തേ കൈ വെട്ടിയപ്പോ ഇടത്തേ കൈ വെട്ടിയപ്പോ വലവിലെ കാല് വെട്ടിയപ്പോ പതാക വെക്കാതെ സ്ഥലമില്ലാതെ വാഴ കൊണ്ട് കടിച്ചു പിടിച്ചു പോയ മഹാനായ ജഅഫർ റളിയല്ലാഹുവിനെ പഠിക്കട്ടെ. എന്തേ പെങ്ങളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്? എന്തേ പെങ്ങളെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാത്തത്? നിങ്ങളങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാ ഖാലിദ് റളിയല്ലാഹുവിന്റെ ചരിത്രം നൗസാദ് പറഞ്ഞത്. അല്ലാഹുവിന്റെ പടവാണ് നിങ്ങൾ കേട്ടതല്ലേ? കേട്ടിട്ട് ഉമ്മ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. കാലം കുറിക്കുന്ന നീതിമാ നിങ്ങൾ കേട്ടതല്ലേ? ഉമ്മ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. മഹദി ഫാത്തിമ മകളുകൾക്ക് മാതൃക നിങ്ങൾ കേട്ടതല്ലേ? പ്രായപൂർത്തിയായ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെമ്മ. നുണ പറയാറ്, ബസാറ് പറയാറ്, കല്യാണം മുടക്കാറ്, ഈപത്ത് പറയാറ്, തമാശ പറയാറ്, സീരിയൽ കാണാറ്, സിനിമ കാണാറ്, ആൽബം കാണാറ്, റിയാലിറ്റി ഷോകളുടെ മുന്നിൽ ചടഞ്ഞിരിക്കാറ്. പെങ്ങളെ പറഞ്ഞു കൊടുക്കൂ. ഫാത്തിമയുടെ കഥ പറഞ്ഞു കൊടുത്താൽ കണ്ടവന്റെ സൗകര്യം കണ്ടുകൊണ്ട് നിന്റെ പൊന്നുമോൾ ഇറങ്ങിപ്പോവില്ല. മണവറയിലേക്ക് കടന്നു വരുമ്പോ ധരിച്ചിരുന്ന വസ്ത്രം കണ്ടുകൊണ്ട് പൊട്ടിക്കിടന്ന പോലെ മാണിക്യമുത്തിന്റെ പൊന്നുമോളെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന മലബാറിന്റെ തീരത്ത് വരുന്നവരുടെ പൊന്നുമോള് കണ്ടവന്റെ കൂടെ മസിൽ പവർ കൊണ്ട് സൗകര്യം കണ്ട് ഇറങ്ങിപ്പോവില്ല. ഏത് തങ്ങന്മാര് പറഞ്ഞാലും പിന്നെ അവളെ തിരിച്ചു വരാത്തതെന്തുകൊണ്ടാ? ഈ സമുദായത്തിന്റെ കുറ്റമല്ല, നിന്റെ തെറ്റാണ്, നിന്റെ വളർത്തുദോഷമാണ്. പൊന്നുമോളെ മൃഗങ്ങളെ പ്രസവിക്കുന്ന പോലെ പ്രസവിക്കാനും ഭക്ഷണം കൊടുക്കാനും മാത്രം പഠിച്ചാ പോരെ ഉമ്മ. അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ ചോദിക്കുമ്പോ നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തോ? നീ ചരിത്രം പറഞ്ഞു കൊടുത്തോ? ആരംഭ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുമ്പോ പറയാൻ കഴിയുമോ ഉമ്മ? പറയാൻ കഴിയുമോ ഉമ്മ? ആ മക്കൾ പറയും അല്ലാഹുമ്മ ആതിനി ലൈഫൈനി മിനൽ അറാബ്. അല്ലാഹ് ഈ പരലോകത്ത് കാല് വെക്കാൻ കഴിയുന്നില്ല. ചൂടാണ്. അതുകൊണ്ട് എന്നെ പ്രസവിച്ച ഉമ്മയെ കൊണ്ടുവാ. സൂര്യന്റെ മുമ്പ് എന്നെ കൊണ്ടിരുത്തിയില്, സോട്ടാബീന മുമ്പ് എന്നെ കൊണ്ടിരുത്തിയില്, ബാലഗണപതിയുടെ മുമ്പ് ഭാര്യവന്റെ സമയത്ത് എന്നെ കൊണ്ടിരുത്തിയില്. എന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കാറ്, എന്റെ ഒരു കാര്യവും ഗൗരവത്തോടെ കാണാതെ കൊണ്ടിരുത്തിയ ഉമ്മയെ കൊണ്ടുവാ. ഞാനൊന്ന് ചലക്കട്ടെ എന്ന് പറഞ്ഞ് മാറിടത്തിൽ നിന്ന് പാല് തിരത്തി കൊടുത്ത ഉമ്മയുടെ നെഞ്ചിലേക്ക് കാല് വെച്ചുകൊണ്ട് മക്കൾ സന്തോഷിക്കുന്ന ലോകം വരാൻ പോകുന്നു. അതുകൊണ്ട് പറഞ്ഞു കൊടുത്തോ. സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്ന മക്കളോട് പറഞ്ഞു, മക്കളെ ഒരു ബദറുണ്ടായിട്ടുണ്ടടാ. മക്കളോട് പറഞ്ഞു, മക്കളെ ഒരു ബദറുണ്ടായിട്ടുണ്ടടാ. സ്വലാത്ത് ചെല്ലാൻ മടി വിചാരിക്കുന്ന മക്കളോട് പറഞ്ഞു, മക്കളെ 16 ദിവസത്തോളം നോമ്പ് പിടിച്ചു, രാത്രിയും കഴിക്കാറുമില്ല, തുരുമ്പിച്ച വാഹമായി രംഗത്ത് വന്ന ഇസ്ലാമിന്റെ ചരിത്രത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. എന്റെ മുന്നേ വീണ്ട് പീകാമെന്ന് ഇഹ്റാജായുള്ളോരുമായി വേച്ച് സുഖൈകൾ ഇതെല്ലാം ഉണ്ട് ഓതിടൂയി. ഇത് പറഞ്ഞു കൊടുക്കട്ടെ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പമ്മ. ശ്രമിക്ക് സഹോദരിമാരെ, ചരിത്രം പഠിക്ക്. ഈ കാസറ്റൊക്കെ ഇറങ്ങുമ്പോൾ ഇതൊക്കെ കേട്ട് എഴുതിയെടുത്ത് പഠിച്ചിട്ട് മക്കളെ അരികിൽ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇങ്ങനെ ഒരു സംഭവം ലോകത്തുണ്ടായിട്ടുണ്ട്. 1000 ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് 1000 യോദ്ധാക്കൾ. ആ 1000 ആളും ഒന്നിനൊന്ന് മെച്ചം, മോശക്കാരില്ല, ഒന്നിനൊന്ന് മെച്ചം. 600 ഒട്ടകമോ പട്ടിണി കിടന്ന ഒട്ടകമല്ല, പട്ടിണി കിടന്ന ഒട്ടകമല്ല, 600 ഒട്ടകം, യോദ്ധാക്കൾ, അഭ്യസ്ത വിദ്യ. ഇവരൊക്കെ രംഗത്ത് വരുമ്പോ ഇസ്ലാമിനെ അനുകൂലിക്കുന്ന പ്രിയപ്പെട്ട സഹാബികൾ. ആകെ 600 ഒട്ടകത്തിനോട് മൽപ്പിടുത്തം നടത്താൻ പട്ടിണി കിടക്കുന്ന 70 ഒട്ടകമുണ്ട്. മുസ്ലിങ്ങളുടെ സ്വത്താണ്. നമുക്കതിന്റെ വിലയിപ്പോഴറിയില്ല. അതൊന്ന് മക്കത്തല്ലേ, അത് മദീനത്തല്ലേ, അത് ബദറിലല്ലേ, അത് ഉഹദിലല്ലേ? ഞങ്ങളതിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പൊ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അല്ലാഹു തുറന്നു തന്നില്ലേ? നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണെന്ന ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഇവരെ നമ്മൾ ഓർക്കണ്ടേ? ഇവരെ നമ്മൾ ചിന്തിക്കണ്ടേ? എന്ത് പ്രിയമുള്ളവരെ, ആ ബദറിന്റെ രണാകടത്തിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് പാവപ്പെട്ട സഹാബികൾ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവേ പടച്ചവനെ, അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയോ? അൻസറിയല്ലാഹുവിന്റെ വരാൻ പോകുന്നുണ്ട് കേട്ടിരുന്നോ? ബദറിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെന്താ? ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ തമ്പടിച്ചിരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഏറ്റവും അധികം വെള്ളമുള്ള സ്ഥലമാണ്. അവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുള്ള
വെച്ചിരിക്കുന്നത്. പക്ഷേ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ സഹാബികൾ വന്ന് പാർക്കുന്ന സ്ഥലത്ത് വെള്ളമില്ല, മഴയില്ല, ഉടുക്കാൻ വെള്ളമില്ല, ശുചീകരിക്കാൻ വെള്ളമില്ല, അലക്കാൻ വെള്ളമില്ല, നോമ്പ് തുറക്കാൻ വെള്ളമില്ല, നോമ്പ് പിടിക്കാൻ വെള്ളമില്ല, കുളിക്കാൻ വെള്ളമില്ല, ഉടുക്കാൻ വെള്ളമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പ് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞു, യാ ഹബീബല്ലാഹ്, അല്ലെങ്കിൽ തന്നെ പട്ടിണിയാണ്, അല്ലെങ്കിൽ തന്നെ തുരുമ്പിച്ച വാളാണ്, അല്ലെങ്കിൽ തന്നെ അംഗബലം കുറവാണ്, ആയുധബലം കുറവാണ്, ശേഷി കുറവാണ്, ആകെയുള്ളത് മനസ്സിന്റെ അകത്ത് പർവ്വതത്തെക്കാൾ ഉറച്ചുപോയ ഈമാനാണ്. ഇന്ന് നമുക്ക് ആൾബലമുണ്ടല്ലോ, തന്റെ ഇടമുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കായിക ശേഷിയുണ്ടല്ലോ, ജിമ്മിന് പോയിട്ട് പെരിപ്പിച്ച മസിൽ മന്നന്മാരുണ്ടല്ലോ. പക്ഷേ കുറവെന്താണ് ഈമാൻ തന്നെയാ. മഹാനാകെ എന്തൊക്കെ കുറവുണ്ടെങ്കിൽ അവരുടെ മനാനുകളെ ഉറപ്പിച്ചു കൊടുത്തിരുന്നത് കൊണ്ടാണ് അവരെ വിജയം ധരിച്ചത്. അതിനുള്ള വഴിയാണ് പട്ടാമ്പിയിലെ 31-ാം തീയതി പറയുന്നത്, ചെറുപ്പക്കാരാ, ആ വന്നത് കഴിഞ്ഞാ പിന്നെ നീ കണ്ടുപിടിക്കൂല, പിന്നെ നീ പെണ്ണു പിടിക്കൂല, പിന്നെ നീ ആരാമ ചെയ്യൂല. പോലെ ആകണമെന്നറിയാതെ കുറിച്ചു പോകണോ. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. എന്റെ സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട മലബാറിന്റെ തീരത്തെ കൂട്ടുകാര്, സഹാബികൾ വന്ന് പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ സുജൂദിലേക്ക് വീഴുകയാണ്. അള്ളാഹുവിനോട് പറയുന്ന റബ്ബേ, ഇവർക്ക് വേണ്ടി ഞാനൊന്നും ചോദിച്ചില്ല ഇതുവരെ. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞില്ല, അവർക്ക് ആയുധം കൊടുക്കാൻ പറഞ്ഞില്ല, അവർക്ക് ആത്മനം കൊടുക്കാൻ പറഞ്ഞില്ല. അള്ളാഹുവിന്റെ റസൂൽ പൊട്ടിക്കിടന്നിട്ട് പറയുന്ന റബ്ബേ, മഴ കൊടുക്കണം, അവർക്ക് മഴ കൊടുക്കണം. നീ മുത്തറസൂൽ സുജൂദിൽ കിടന്നുകൊണ്ട് ഏറ്റവും അധികം തലേ ദിവസം രാത്രിയിൽ ഓതിയ ദിക്ർ കിതാബ് വലിയ കണ്ടമാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മനോഹരമായ ഒറ്റ ദിക്റാണ്. സുജൂദിൽ കിടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ബദറിന്റെ തലേ രാത്രി അല്ലാഹു റസൂൽ ചൊല്ലിയ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തന്നാൽ ജീവിതത്തിൽ ഒരു 100 പ്രാവശ്യം ഒരു ദിവസം ചെയ്യോ? ചെയ്യോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. 100 പ്രാവശ്യം അത് പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പുള്ളവരുടെ കൈവയ്ക്ക്, മനസ്സിൽ ഉറപ്പുള്ളവരാണ്. ആവേശത്തിൽ പോയിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കൈ ഉയർത്തിയിട്ട് ഒരുപാട് കാലമായി. കഴിഞ്ഞ ഡിസംബർ 31 ഉയർത്തിയതാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് ഈ ഡിസംബർ 31 നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ ദിക്റാണ്, ആശങ്കകളൊന്നും വേണ്ട. ഉറപ്പായും ഒരു ദിവസം 10,000 ചൊല്ലിയാലും സമയം ബാക്കി വരും. ഇപ്പൊ നിങ്ങൾ സമാധാനം 4-5 വരി ഉണ്ടാവുന്നു, അത് പിന്നെ നടക്കൂല. അത് കേൾക്കാൻ പറഞ്ഞ നിർത്തല് നടക്കുള്ളൂ, അല്ലാതെ ദിക്റെല്ലാം നടക്കൂല. വളരെ എളുപ്പമാണ്. ഒരു ദിവസം 1 ലക്ഷം ചൊല്ലിയാലും സമയം ബാക്കി. അത്രയ്ക്ക് ചെറിയ ദിക്റാണ്. പക്ഷെ ഇപ്പൊ പറയുന്നു, ലാസ്റ്റ് പറയും, ഇന്ന് ഇവിടുന്ന് പിരിയുമ്പോഴേ പറയും. പോകുന്ന മണ്ടന്മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയാറ്. ബക്കറ്റ് എടുക്കുമ്പോഴും പൈസ ചോദിക്കുമ്പോഴും പോണ ആളുകളുണ്ട് അല്ലേ? നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഇവിടെ മദ്രസ നടക്കുന്നു. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ലോകത്ത് ഞങ്ങൾ ആരും പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിയും മദ്രസയും ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. പക്ഷേ അള്ളാഹു ചില ആളുകൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി കൊടുത്തിട്ട് അവരെ കൊണ്ടുവരും. പേര് പറയാതെ ഒരു സഹോദരനെ പോയിട്ട് 1 ലക്ഷം രൂപ ഉസ്താദ് വായിച്ചില്ല നേരത്തെ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കൊരു 10,000 പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളിൽ 10 പേര് കൊടുക്കുന്നത് ഒരാളെ കൊണ്ട് കൊടുപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. എവിടെ നിന്നും ഒരാളെ കൊണ്ടുവരും, ഒരാളെ കൊണ്ടുവരും ഇവിടെ. അതാണല്ലോ, അതാണ് അൽഹംദുലില്ലാഹ് അള്ളാഹു ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെയാണ്. ഇത് പിന്നെ ഇത്രയും ഞാന് പിന്നെ ആലിക്കുട്ടിസാനോട് ചോദിച്ചു പോയത്, എല്ലാ വർഷവും എന്തിനാണ് ജാമ്യ സമ്മേളനം വെക്കുക? എല്ലാ വർഷവും ഉണ്ടല്ലോ പട്ടിക്കാട് ജാമ്യ. ഉസ്താദ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു വലിയ ചിലവാകില്ലേ? ഉസ്താദ് പറഞ്ഞത്, 1 വർഷം സമ്മേളനം നടത്തിയില്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് സ്ഥാപനത്തിന് നഷ്ടമെന്നാണ് പറഞ്ഞത്. നടത്തിയില്ലെങ്കിൽ അപ്പോ നടത്തുമ്പോൾ ആളുകൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാണ് കാശ് സ്ഥാപനത്തിന് വേണ്ടി. അള്ളാഹു വിജയിപ്പിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ഇപ്പൊ നിയ്യത്ത് ചെയ്തു പോയ ദിക്ർ മരിക്കുന്നത് വരെ ഇൻഷാ അല്ലാഹ് ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ നമുക്ക് തൗഫീഖ് തരണം എന്ന നിയ്യത്തോടെ ആയിരിക്കട്ടെ. ബക്കറ്റ് ലക്ഷം കൊണ്ടുപോകാം, നടക്കട്ടെ. ഓരോ നിയ്യത്തിലും കൂടെ നടക്കട്ടെ. വേഗമാവട്ടെ, കൊണ്ടുപോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഞാൻ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ഒരു ഉറപ്പും ഒരു ശക്തിയും കൂടി കിട്ടാൻ അതുണ്ടെങ്കിൽ അത് കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരയേണ്ടി വരില്ല, നിങ്ങൾക്ക് സങ്കടമില്ല, നിങ്ങൾക്ക് നൊമ്പരമില്ല, നിങ്ങൾക്ക് പ്രയാസമില്ല. അല്ലാഹു കൂടെ ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ 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 ആമീൻ പറഞ്ഞു. ഈ ഉയർത്തിയ കരങ്ങൾ കൊണ്ട് ഞങ്ങളൊരു സ്വതക്കയിടുന്നു. അല്ലാഹുവേ 100 200 500 ഞങ്ങളൊരു സ്വതക്കയിടുന്നു. ഇതെന്തിനാണ് റബ്ബേ? ഞങ്ങളുടെ മാത്തൂർ ഉസ്താദിക്കപ്പെടുന്ന ഒരുപാട് ഹൈന്ദവര് താമസിക്കുന്ന സ്ഥലമാണ്. പടച്ചവരെ മുസ്ലിങ്ങൾ കുറവാണല്ലോ. അതുകൊണ്ട് ദൂരത്തിരുന്ന് വന്ന് ഞങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്യണമല്ല, ദൂരത്തിരുന്ന് വന്ന് ഞങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്യണമല്ല. റബ്ബേ, ഈ ബർക്കത്തിലേക്ക് ഇടുന്ന സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അർഹതപ്പെട്ട പ്രതിഫലം നീ ഇവർക്ക് കൊടുക്കണേ അല്ലാ. എല്ലാ നൊമ്പരങ്ങളും സങ്കടങ്ങളും അല്ലാഹുവേ പടച്ചവരെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ അകലങ്ങളിൽ നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ, പൊന്നാനിയിൽ സ്ത്രീ വിചാരണ ചെയ്യപ്പെടുമ്പോലെന്ന് മനോഹരമായ വിഷയം പറഞ്ഞ ഗ്രൗണ്ടിലുള്ള ഒരു പാവപ്പെട്ട പ്രവർത്തകൻ വാഹനാപകടത്തിൽ ഹോസ്പിറ്റലിലാണ്. ആദിതെന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹുവേ അമീൻ പറഞ്ഞു. ഈ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ ദീനിനു വേണ്ടി ഓടിയ ചെറുപ്പക്കാരനെ കരയിപ്പിക്കല്ലേ അല്ലാ, സങ്കടപ്പെടുത്തല്ലേ അല്ലാ, നമ്പരപ്പെടുത്തല്ലേ അല്ലാ. ആ സഹോദരന്റെ സഹപാഠികളും സുഹൃത്തുക്കൾക്ക് എവിടെയുണ്ട് അല്ലാഹുവേ? അല്ലാഹുവേ, ആ കൂട്ടുകാരന് ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഈ സ്വതക്ക ചെയ്യുന്ന ഞങ്ങൾക്ക് ആർക്കും നീ അപകടം തരല്ലേ അല്ലാ, ദുരിതം തരല്ലേ അല്ലാ. നബി മുഹമ്മദ്. എല്ലാ വാളണ്ടിയേഴ്സ് വളരെ കുറവാണ്. എത്ര പറഞ്ഞാലും മാത്രമുള്ള കമ്മിറ്റിക്കാർക്ക് മനസ്സിലാവില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഉസ്താദിനെ വല്ലതും പറയാൻ പറ്റും. അതുകൊണ്ട് ഇനി വാതിന് വിളിക്കുമ്പോൾ വാളണ്ടിയേഴ്സ് സംഘാടകർക്ക് എത്ര ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ ഓസിലൊന്ന് വാദം പറയുമ്പോഴാണ് കമ്മിറ്റിക്കാർക്ക് ഉസ്താദിനോടുള്ള മഹബത്ത് കൊണ്ട് വരുന്നതാണ്. കമ്മിറ്റിക്കാർ വിചാരിക്കേണ്ട നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഉസ്താദിനോടുള്ള മഹബത്ത് കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഉസ്താദ് പറയുന്നതൊക്കെ കേട്ട് നല്ല റാഹത്തായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും സഹോദരങ്ങളെ. 100 ബക്കറ്റ് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും നഷ്ടം വരാൻ പോകുന്നില്ല. ബക്കറ്റ് വശം കഴിഞ്ഞ് തിരിച്ച് ബക്കറ്റ് വീട്ടിക്കൊണ്ട് വയ്ക്കാലോ. ഇന്നലെ ഒരുപാട് ആളുകൾ വിളിച്ചു, സാറേ എന്ത് ബക്കറ്റ് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ആരും ബക്കറ്റുമായിട്ട് കൊണ്ടിരിക്കാത്തത്. എത്ര സങ്കടമുണ്ട്. നമ്മളൊക്കെ ഈ കഷ്ടപ്പെടുന്നത് നമ്മുടെ വീടിന് വേണ്ടിയിട്ടല്ലോ, മദ്രസയ്ക്കും പള്ളിക്കും വേണ്ടിയിട്ടല്ലേ ഈ കിടന്ന് കഷ്ടപ്പെടുകയും പറയുകയും ഈ പാവപ്പെട്ട സഹോദരങ്ങൾ കൂലി വേല ചെയ്ത് വരുന്നവരുടെ കയ്യിൽ നിന്ന് കൊടുക്കൂ എന്ന് പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്തിയിട്ട് വാങ്ങി കൊടുക്കുന്നത്. ചോദിക്കുന്നതിന് ഇവരൊക്കെ എന്റെ ഇഷ്ടദാസന്മാരും എന്റെ സഹോദരങ്ങളും എന്റെ കൂട്ടുകാരുമാണ്. ഇവർക്ക് മുന്നിൽ എനിക്കൊരു 50 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിമാർ ഇവരൊക്കെ എനിക്ക് തരും. നിങ്ങളുടെ കൈയിട്ട് വരേണ്ട ഗതികേട് എനിക്കില്ല. ചോദിച്ചാൽ അവർ തരും. അത്ര ഇഷ്ടമുള്ളവരാണ്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ മദ്രസയ്ക്ക് വേണ്ടിയാണ് വളരെ ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനി വിളിക്കാവില്ലേ, വിളിക്കരുത്. ഇതോടുകൂടി നിർത്തിയേക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇന്നലെ ഒരുപാട് ആളുകൾ പരാതി പറഞ്ഞു, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാണ്? ഒരുപാട് വാളണ്ടിയേഴ്സിനോട് ഞാൻ പലപ്പോഴും പറയും, ഇവിടുത്തെ കുഞ്ഞുമക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ പറയുന്നത് ഞങ്ങൾ എത്ര പേരെ ഉള്ളൂ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. എങ്കിലും നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കാര്യമായിട്ട് ചെയ്തു കൊടുക്കുക. അള്ളാഹു അവർക്ക് എല്ലാ നന്മകളും ചൊരിഞ്ഞു കൊടുക്കട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. മദ്രസകൾ ഇവിടുത്തെ മദ്രസയാണെങ്കിലും നമ്മുടെ മദ്രസയാണ്, ഇവിടുത്തെ പള്ളിയാണെങ്കിലും നമ്മുടെ പള്ളിയാണ്. നമ്മൾ തന്നെ അതിനെ ഏറ്റെടുക്കണം, നമ്മൾ തന്നെ നടത്തണം. ലോകത്ത് ഏത് പള്ളിക്ക് നിങ്ങൾ ചെയ്താലും അള്ളാഹിനടുത്തുന്ന പ്രതിഫലമുണ്ട്. നമ്മുടെ മഹല്ല് തന്നെ ആകണമെന്നൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ കഴിഞ്ഞപ്പോൾ, കണ്ണീരോടെ ദുആ കഴിഞ്ഞപ്പോൾ, സുബ്ഹാനല്ലാഹ് വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാ. അല്ലാഹു പടച്ചതമ്പുരാൻ മഴ പെയ്യിപ്പിക്കുകയാണ്. സഹാബികൾക്ക് സന്തോഷമായി. വെള്ളമില്ലാതെ കിടന്ന ബദറിന്റെ മണ്ണ്, ഉണങ്ങി വരണ്ട് കിടന്ന ബദറിന്റെ മണ്ണ്, കുടിക്കാൻ വെള്ളമില്ലാതെ പൊട്ടിക്കരന്നുകൊണ്ടിരുന്ന സഹാബികൾക്ക് മനസ്സിന്റെ കത്താശ്വാസമായി. അല്ലാഹുവേ അവർക്ക് സന്തോഷമായി, വല്ലാത്ത ആനന്ദമായി. ആ സമയത്ത് സഹാബികൾ പറഞ്ഞു, നബിയേ, ഈ വെള്ളം ഒഴുകി പോകാതിരിക്കാൻ നിങ്ങൾക്കൊരു
ടാങ്ക് പോലെ കെട്ടി നിർത്തിയാലോ, ഒരു ഹൗദ് പോലെ കെട്ടി നിർത്തിയാലോ, അവിടെയാണ് ഹംസ റളിയല്ലാഹു അൻഹു വരാൻ പോകുന്നത്. അവിടെയാണ് വിജയശുമായ അല്ലാഹുവിന്റെ സിംഹക്കുട്ടിയുടെ ഗർജനം ആദ്യമായി ബദൽ മുഴങ്ങിയത്. എവിടെയാണ് ആദ്യമായി ബദൽ മുഴങ്ങിയത്? എവിടെയാണ്? സുബ്ഹാനല്ലാഹ്. സഹാബികളെ കെട്ടിവെക്കുകയാണ്. സഹാബികളാ വെള്ളം അങ്ങനെ പടകെട്ടിട്ട് തടഞ്ഞു വെക്കുകയാ. ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി വെള്ളം അങ്ങനെയാണ് കെട്ടിവെക്കുകയാണ്. അല്ലാഹുവേ, പടച്ചവനെ, മുത്തറസൂലിന് സന്തോഷമായി. ഇനി മഴ നിന്ന് പോയാൽ കുഴപ്പമില്ല, എപ്പോഴോ ദിവസങ്ങൾ ഉപയോഗിക്കാനുള്ള വെള്ളം എന്റെ സഹാബികൾ കെട്ടി നിർത്തിയിട്ടുണ്ട്. ആ സമയത്തതാ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഒരാൾ വരുന്നു. മുഹമ്മദേ, നിന്റെ ഹൗദിൽ നിന്ന് ഞാൻ വെള്ളമെടുക്കുവിട, നിന്റെ ഹൗദിൽ നിന്ന് ഞാൻ വെള്ളം കൊണ്ടുപോകുവിട എന്ന് പറഞ്ഞിട്ടാണ് കടന്നു വരികയാ. ആരെന്നറിയോ? ഹക്കീം ഇബ്നു ഹിസാം എന്ന് പറയുന്ന ശത്രുക്കളുടെ തലവന്മാരിൽപ്പെട്ട ഒരാളാ. ഹക്കീം ഇബ്നു ഹിസാമാണ് ആ വെള്ളം ഞാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു വന്നപ്പോ ഇസ്ലാമിന്റെ ചുടക്കുട്ടന്മാർ വലിച്ചു വരികയാ. യാ ഹബീബല്ലാഹ്, അങ്ങ് മിണ്ടുന്ന നബിയെ, മാറിയിരിക്കും നബിയെ, ധീരിയിരിക്കും നബിയെ, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, ഒരുപാട് ത്യാഗം ചെയ്തതല്ലേ, അങ്ങ് ദുആ ചെയ്തിട്ട് അല്ലാഹു പടച്ചവൻ വരണം തന്ന മഴയല്ലേ, ഈ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ അവർ സമ്മതിച്ചില്ലെങ്കിൽ വെട്ടും നബിയെ, കഴുത്ത് വെട്ടും നബിയെ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹക്കീമിനെ നിങ്ങളൊന്നും ചെയ്യല്ലേ, അവൻ ഇസ്ലാമിന്റെ ശത്രുവാണെങ്കിലും അവൻ എനിക്ക് ഭക്ഷണം തന്നവനാണ്. സുബ്ഹാനല്ലാഹ്. മുത്തുനബിയെ, അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു നബിയെ ഇങ്ങനെ സ്നേഹിക്കാൻ? അല്ലാഹുവേ, എങ്ങനെ കഴിയുന്നു ഇങ്ങനെ സ്നേഹിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബത്തെ, അവൻ ഇസ്ലാമിന്റെ ശത്രുവായിരിക്കാം, പക്ഷേ അവനെ ഉപദ്രവിക്കല്ലേ, അവനെ ഒന്നും ചെയ്യല്ലേ. പാവപ്പെട്ട മുഹമ്മദ് പട്ടിണി കിടന്നപ്പോ ഹക്കീമിനൊക്കെ ഭക്ഷണം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഹക്കീം ഇബ്നു ഹിസാം വന്നിട്ട് ഈ ഹൗദിൽ നിന്ന് വെള്ളം കൊണ്ടുപോട്ടെ, നിങ്ങൾ ആരും അവനെ തടയാൻ പാടില്ല. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങളോട് മാത്രമല്ല, അല്ലാഹ് മൃഗങ്ങളോട്, പക്ഷികളോട്, പച്ചിലകളോട്, ശത്രുക്കളോട് ഇത്ര സ്നേഹം കാണിച്ച മുത്തേ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഹൈന്ദവരെ, എന്റെ ഹൈന്ദവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കുക. പിൻവാണിഭമെന്ന് പറയല്ലേ, സ്ത്രീലംബനം എന്ന് പറയല്ലേ, കാമവരീനെന്ന് പറയല്ലേ. പഠിക്കാത്തത് കൊണ്ടാ, മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാ. പഠിക്കണം നിങ്ങൾ. മദീനയുടെ നായകനെ നിങ്ങൾ പഠിക്കണം. അല്ലാഹുവേ, പോകാൻ, അവിടെ പോകാൻ നിങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. അവിടെ പോകാൻ നിങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ആമീൻ പറഞ്ഞോ പെങ്ങളെ, ആമീൻ പറഞ്ഞോ ചെറുപ്പക്കാരാ. ഹക്കീം ഇബ്നു ഹിസാം വെള്ളമെടുക്കട്ടെ, അവൻ എനിക്ക് ഭക്ഷണം തന്നവനാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഓ, എത്ര മനസ്സാണ് റബ്ബേ, അത്ഭുതമാണ്. ചിന്തിക്കുമ്പോൾ അത്ഭുതമാണ്. എത്ര നല്ല മനസ്സാണ്. ഈ സമയത്ത് അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടാതിരുന്നാൽ മതി. ഹക്കീം ഇബ്നു ഹിസാമിനെ വെട്ടി കഷ്ണങ്ങളാണ്. അത്രയ്ക്ക് തന്റെ അടുത്തുകൂടി ഇരിക്കാണ്. വാളുകൊണ്ട് പ്രചരിപ്പിച്ചു എന്ന് പറയുന്നവരെ ചിന്തിക്കണം. ഒരു ശത്രുവിനെയാണ് മുത്ത് റസൂൽ വെറുതെ വിടാൻ പറയുന്നത്. ഒരു ശത്രുവിനെയാണ് അല്ലാഹുവിന്റെ റസൂൽ വെറുതെ വിട്ടേക്കുക. ഒന്നും ചെയ്യരുത്. എനിക്കൊരു നേരത്തെ ഭക്ഷണം തന്നവനാണ്. നമ്മളോ ഉമ്മയോടും ഉപ്പയോടും കൂടപ്പുറപ്പുകളോടും കുടുംബത്തിനോടും ഒക്കെ നന്ദികേട് കാണിക്കുന്നവർ ചിന്തിച്ചോ? ഊരിയ വാൾ സഹാബികൾ ഉറയിലിട്ടു. നബിയെ, എന്താ ഇങ്ങനെ പറയുന്നത്? ഹക്കീം ഇബ്നു ഹിസാം പറഞ്ഞു, മുഹമ്മദേ, അങ്ങനെ നിന്റെ അനുവാദത്തോടു കൂടി നിന്റെ വെള്ളമൊന്നും എനിക്ക് വേണ്ട, ഞാനത് പൊളിക്കാൻ പോവാണ്. ഹക്കീമിന്റെ അഹങ്കാരം കണ്ടോ? മുഹമ്മദേ, നിന്റെ ഓസാരത്തിന് എനിക്ക് വെള്ളം വേണ്ട, അവരെനിക്ക് വെള്ളം തരാൻ പോവാ. എന്റെ സഹാബികൾ വെട്ടാൻ വന്നപ്പോ തടഞ്ഞു നിർത്തിയിട്ട് വെള്ളം, എനിക്ക് അങ്ങനെ വെള്ളം വേണ്ട, അവര് വെട്ടാൻ വരട്ടെ, അവരുമായി യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് ഞാൻ ആ ഹൗദ് പൊളിക്കും മുഹമ്മദേ. ഇത് പറഞ്ഞപ്പോൾ ഒരാൾക്ക് സഹിച്ചില്ല. ആരാണ്? വനാന്തരത്തിന്റെ ഉള്ളറകളിൽ ചില സന്ദർഭത്തിൽ ചടകുടഞ്ഞെഴുന്നേൽക്കുന്ന കാട്ടിലെ രാജാവ് എന്ന് പറയുന്ന സിംഹമില്ലേ, ആ സിംഹത്തിന് ചില കാര്യങ്ങളൊന്നും ചിലപ്പോ പെട്ടെന്ന് സഹിക്കാനും ഉൾക്കൊള്ളാനും പറ്റില്ല. ആ സിംഹം ചാടി എഴുന്നേറ്റ്. ആരാണത്? മഹാനായ
ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അന്നപോലെ ഹംസ ചാടിയെടുത്തോളൻ ആരടാ സുഖത്തുള്ളവൻ ഞാൻ ഹൗദിനോട് അടുക്കുവാൻ ഞാൻ മറ്റൊരു വമ്പനുണ്ടെങ്കിൽ കണ്ടിടട്ടെ കുടിക്കുവാൻ ഞാൻ ഇരിക്കവെ ജിന്നുമിനുസിലും ഞാൻ ഇരിച്ചതിരില്ല പേരാന പോലെ സദുലീലാഹലി ഹംസ ചാടിയെടുത്തുടൻ ചാടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഗർജിക്കുന്ന സിംഹഗർജനത്തോട് ചാടി ഇറങ്ങിയിട്ട് പറയുന്ന ആരാ ഈ ഹംസയുടെ ചങ്കിൽ ജീവനുള്ളപ്പോളം കാലം ഞാൻ ഈ മക്കയുടെ വിരിവോട് ഹബീബിന്റെ കൂടെ ഉള്ളടത്തോളം കാലം ഹംസ റളിയല്ലാഹു അൻഹു പറയാ ജിന്നുകൾ പോലും നിന്ന് വെള്ളം കുടിക്കൂലോ, ധൈര്യമുണ്ടെങ്കിൽ വേണോ അവന്റെ കൈ കാൽ കഴുത്ത് ഞാൻ വെട്ടിയെറിയുമെന്ന് മഹാനായ ഹംസത്തുൽ കർറാർ ചാടി ഇറങ്ങി. ജിന്നുണ്ടല്ലോ ജിന്ന്, നീ പോടാ നീ പോ. ജിന്നുണ്ടല്ലോ ജിന്ന് വന്ന് ഇവിടെ വെള്ളം കുടിക്കണമെങ്കിൽ ഹംസാടുത്ത് ചോദിക്കണം. പിന്നാണ് നീ ഇച്ചിരി മസുലൊക്കെ വെച്ചിട്ട് നീ ജിന്ന് വന്ന് ഇവിടെ വെള്ളം കുടിക്കണമെങ്കിൽ ഹംസാന്റെ അനുമതി വേണം. പിന്നാണ് നീ പോടാ എന്ന് പറയുമ്പോ ഹക്കീമിനെ തട്ടിമാറ്റിയിട്ട് മറ്റൊരാൾ വരികയാണ്. സുബ്ഹാനല്ലാഹ്, ശത്രുക്കൾക്കാണോ എണ്ണം കുറവ്? ഹക്കീമിനെ തട്ടിമാറ്റിട്ട് അടുത്താൾ വരിക. കുതിരപ്പുറത്ത് കടന്നിരുന്നുകൊണ്ട് ഏറ്റവും വലിയ വീറോടെ വാശിയോടെ അസ്വദെന്ന് പറയുകയാ ഹംസ. ഇസ്ലാമിന്റെ ശത്രുക്കൾ മുഴുവനുമല്ല ആവേശഭരിതരായി നോക്കി നിൽക്കുമ്പോ അസ്വദ് കടന്നു വരികയാ. എന്നിട്ട് അസ്വദ് പറഞ്ഞതെന്തെന്നറിയോ? ഞാൻ പൊളിക്കുമട, ഞാൻ വെള്ളം കുടിക്കുമട. ഇനി മക്കയുടെ ഈ വളർന്ന വിരുമോറില് വിശ്വാസി സമുദായം എന്ന് പറയുന്ന നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ ഒരു തുള്ളി വെള്ളം ഞാൻ തരൂല, എന്ന് പറയുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു ചാടിയിറങ്ങുകയാ. ഹംസയും അസ്വദും തമ്മിൽ പോരാടുകയാ. ഹംസയും അസ്വദും തമ്മിൽ ഏറ്റുമുട്ടുകയാ. ഹംസയും അസ്വദും തമ്മിൽ തല്ലുകയാ. അസ്വദിനേറാ മറിച്ചിടുകയാ, അസ്വദിനേറാ പേര് വെട്ടുകയാ. ആരാണ് ഹംസ റളിയല്ലാഹു അൻഹു? ആയിരക്കണക്കിന് അസ്വദന്മാർ വന്നാലും ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റമുള്ള മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു അവസാനമതാ അസ്വദിന്റെ തല വെട്ടുകയാ, അസ്വദിന്റെ കൈ വെട്ടുകയാ, അസ്വദിന്റെ കാല വെട്ടുകയാ. എന്റെ മുത്യ ഹബീബ് നേതൃത്വം കൊടുക്കുന്ന ഈ വെള്ളക്കെട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊടുക്കാ സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കടന്നു വാടാ, ഈ ഹംസയാണ് കാവലായി നിൽക്കുന്നതെന്ന് പറഞ്ഞ് മഹാനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹു അസ്വദിന്റെ തല വെട്ടിയെന്ന ചരിത്രം പറയുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്രയാ ബദറിൽ തോറ്റുപോയത്. ആ ബദരീങ്ങൾ നമ്മുടെ നായകന്മാരാണ്, നമ്മുടെ നേതാക്കന്മാരാണ്. ഇന്ന് വളർന്നു വരുന്ന തലമുറക്ക് ബദരീങ്ങളെ ചെറുതായി പോയല്ലോ. മക്കളില്ലാത്തവരെ, ക്യാൻസർ വന്നവരെ, മാരക രോഗത്തിന്റെ ഉടമകളായവരെ, വൃക്ക തകരാറിലാണെന്ന് ഡോക്ടർമാർ പറഞ്ഞവരെ, കടം കൊണ്ട് വലയുന്നവരെ, കഷ്ടപ്പാടും കണ്ണീരും കൊണ്ട് കുടുങ്ങിപ്പോയവരെ, ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ കഴിയാതെ സങ്കടത്തോടെ ഇന്നും കഴിയുന്നവരെ, എത്ര ബിസിനസ് നടത്തി പൊളിഞ്ഞു പോവുക നൊമ്പരം അനുഭവിക്കുന്നവരെ, ഇന്നലെ ഇവിടുന്ന് തേൻ വാങ്ങിയിട്ട് കണ്ണീരോട് ഇറങ്ങിപ്പോയ നസീമെന്ന കൂട്ടുകാരനെ പോലെ ആയിരക്കണക്കിന് മാത്തൂര് വന്നവരെ, സർവ സങ്കടങ്ങളും മാറാനൊരു ഏറ്റവും വലിയൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഉപയോഗമുണ്ടാകട്ടെ. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞ ഈ പുണ്യഭൂമിയിൽ, ഈ പുണ്യമാസത്തിൽ ഒരു നേട്ടമുണ്ടാകട്ടെ നമ്മുടെ സഹോദരങ്ങൾക്ക്. സർവ സങ്കടങ്ങൾക്കും പരിഹാരമുണ്ടാകുന്ന ഒരു ഒറ്റ മൂല്യം പറഞ്ഞു തരാം. അള്ളാഹു ചെയ്യാൻ തൗഫീഖ് തരട്ടെ. കയ്യും കാലം ഉയർത്തണ്ട, ചെയ്താൽ മതി. സഹോദരിമാരൊക്കെ ചെയ്യണം. നിങ്ങൾക്കല്ലേ അതിന് ചെയ്യാൻ ധാരാളം സമയമുണ്ട്. വീടുകളിൽ ധാരാളം സമയമുണ്ട്. കഴിഞ്ഞില്ലല്ലോ, ഉഹുദത്തട്ടെ മൂത്രമൊഴിയും പോകാനില്ല. അത് ഇങ്ങനെ ഇടുന്ന വെച്ചാൽ അറിയാതെ മൂത്രം പോയി പോകുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉഹുദിലെത്തട്ടെ, എന്നിട്ട് പോകാം, ഷഹീദാകട്ടെ.
എന്റെ സഹോദരങ്ങളെ, ഒരു ഒറ്റമൂലി മരുന്ന് തരാം. ഒറ്റമൂലി എന്ന് പറഞ്ഞാൽ സാധാരണ നിങ്ങളൊക്കെ ഡോക്ടർമാർ തരുന്നത് പോലെ ചെറിയൊരു മരുന്നല്ല, ഇത്തിരി കഷ്ടപ്പെടണം. ഒറ്റമൂലി ഞാൻ ഉപയോഗിച്ചത് എല്ലാ രോഗത്തിനും അതൊരു മരുന്നായതുകൊണ്ട് ഉപയോഗിച്ചതാണ്. എന്തേ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ വീട്ടിൽ മൗലൂദ് കിതാബ് ഉണ്ടോ? ഇല്ലെങ്കിൽ മൗലൂദ് കിതാബ് വാങ്ങുക. മൗലൂദ് കിതാബ് ഇല്ലെങ്കിൽ വാങ്ങാറ് മീലപോലാണ്. മൗലൂദ് കിതാബ് ഉണ്ടല്ലോ, ഉണ്ടോ? നമ്മുടെ വീട്ടിൽ മൗലൂദ് കിതാബ് ഉണ്ടാവണം. എല്ലാ വീട്ടിലും ഉണ്ടാവണം. ഇല്ലാത്തവര് വാങ്ങണം. ആളുകൾ എന്ത് പറയട്ടെ, അതൊന്നും നോക്കരുത്. മൗലൂദ് കിതാബ് ഇങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ അതിൽ ബദർ മൗലൂദ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബദർ മൗലൂദ് മറന്നുപോയി കണ്ടല്ലേ? ഇങ്ങനെ പറയും. അപ്പോ ബാക്കിയുള്ള കൂടെ ഇങ്ങനെ പറയുന്ന ആ ബദർ മൗലൂദ് പഴയ കാലത്തൊക്കെ വീടുകളിൽ പാരായണം ചെയ്യുമായിരുന്നു. റമദാനിലും മറ്റുമൊക്കെ ചർച്ച നടത്തേണ്ടത് അപ്പുറത്തുണ്ടടി അതിപ്പുറത്തുണ്ടടി, എന്റെ 45 എന്റെ 30 പറയാൻ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം ഞാനത് ചരിത്രം പറഞ്ഞിരുന്നാലും നിങ്ങൾ കിതാബിന്റെ പൈസ നോക്കിക്കൊണ്ടിരിക്കൂ. കേക്കുണ്ടാക്കാൻ മാത്രമല്ല അവിടെ മൗലൂദ് സ്ഥലത്തെ കയറിയത്. അപ്പൊ മൗലൂദ് കിതാബിന്റെ ബദർ മൗലൂദിന്റെ ഭാഗം എടുക്കണം. ഇന്ന് പോയിട്ട് പറ്റുമെങ്കിൽ അടയാളം ചെയ്ത് വലിയ നാളെ ആകട്ടെ. അതിന്റെ അവസാന ഭാഗത്ത് ഈ ബദരീങ്ങളുടെ പേര് പറയുന്ന സ്ഥലമുണ്ട്. ഇങ്ങനെ പറയുന്ന ആ ഭാഗം എത്തിയിട്ട് 313 സഹാബികളുടെ പേരാണ് അതിന്റെ അവസാനം പറയുക. ഇൻഷാ അല്ലാഹ് മക്കളുടെ രോഗം മാറാനാണെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി 313 ഫാത്തിഹ നിയത്ത് ചെയ്യും. ഓരോ സഹാബിക്ക് ഓരോ ഫാത്തിഹ. ഒന്നാമത്തെ സഹാബിയുടെ പേര് സമയമുള്ളതുപോലെ ചെയ്താൽ മതി. 10 ഒരു ദിവസം ഒതുങ്ങി മടക്കി വെക്കുക, അടയാളം ചെയ്യുന്നിട്ട് അടുത്ത ദിവസം വീണ്ടും മുത്തുബോധിക്കോ, രോഗം മാറട്ടെ. അത്ഭുതമാണ് ബദരീങ്ങൾ, അത്ഭുതമാണ്. നിങ്ങൾക്കറിയില്ല, അത് അനുഭവിക്കണം സഹോദരൻ. ബദരീങ്ങൾ വല്ലാത്ത അത്ഭുതമാണ്, വല്ലാത്ത അത്ഭുതമാണ്, പറഞ്ഞാൽ തീരാത്ത അത്ഭുതമാണ്. ആ വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്താൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കും. ഉറപ്പാണ്. കേവലം ദീഹിന്റെ ചാനലിൽ പറഞ്ഞു തരുന്ന ഒരു ദുആ ചൊല്ലിയിട്ട് നിങ്ങൾക്ക് അല്ലാഹു പല മാറ്റങ്ങൾ തരുന്നെങ്കിൽ പിന്നെ ഇതുകൊണ്ട് എത്രയോ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റും. ചിന്തിച്ചു നോക്കുക. ആ ബദറിന്റെ രണാങ്കണത്തിൽ പട്ടിണി കിടന്ന പ്രിയപ്പെട്ട സഹാബികൾ ഒന്നിനും കഴിവില്ലാതെ നിന്ന സമയത്താണ് അള്ളാഹു സഹായിച്ചത്. ബദറിന്റെ തലേ രാത്രിയിൽ ആരംഭ റസൂൽ എഴുന്നേറ്റിങ്ങനെ നടന്നു പോകുമ്പോ സഹാബികൾ കൂടെ ചെല്ലുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ സഹാബികളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, ഇവിടെയാണ് ഉത്തുമത്ത് വീഴുന്നത്, ഇവിടെയാണ് ശീവത്ത് വീഴുന്നത്. അവരത്ഭുതത്തോടെ നോക്കിയ റസൂലല്ലാഹ്, യുദ്ധം നടന്നിട്ടില്ല, അവിടെ വന്ന് വീഴും, ഇവിടെയാണെന്നല്ലാന്റെ റസൂല് പറയുകയാ. ഒരു റൗണ്ട് വരച്ചിട്ടാൽ അവിടെ വന്ന് വീഴും. ബദർ പടപ്പാട്ട് പറയുന്നുണ്ട്, അമൃതക്കരീമോളി സമൃദ്ധപ്പോറുകയും അങ്കാര കൈ തണ്ട് അങ്കുലത്താൽ ഭുവനിയിൽ അടിമൂടി തോന്നി കാട്ടിനാരേ. അമൃതക്കരീമോളി സമൃദ്ധപ്പാറുകയും അങ്കാര കൈ തണ്ട് അങ്കുലത്താൽ ഭുവനിയിൽ അടിമൂടി തോന്നി കാട്ടിനാരേ. ആകാശം സന്തോഷിക്കട്ടെ, മാത്തൂരിന്റെ മലഞ്ചെരുവുകൾ പച്ചിലകൾ അൽഹംദുലില്ലാഹ് ആനന്ദിക്കട്ടെ. കാലങ്ങൾ പഴക്കമായി ബദർ പടപ്പാട്ട് കേട്ടുപോയിട്ട്, ബദറിന്റെ ചരിത്രം കേട്ടുപോയിട്ട്, റമദാനിൽ പട്ടിണി കിടന്നുകൊണ്ട് വീറോടെ വാശിയോടെ തന്റെ ഇടത്തോടെ ചങ്കുറപ്പോടെ ഈമാനോടെ ഇസ്സത്തോടെ ആൾകുട്ടികളെ പോലെ പുലിക്കുട്ടികളെ പോലെ അൻസറളിയല്ലാഹു അൻഹു എന്ന സിംഹക്കുട്ടികളുടെ പിന്നാലെ നിരന്നു നിന്നുകൊണ്ട് പടമരുതിയപ്പോ സുബ്ഹാനല്ലാഹ് തുരുമ്പിച്ച വാഗത്തിങ്ങനെ ഉയർത്തുമ്പോ വെട്ടാൻ ഉദ്ദേശിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുവിന്റെ
ബദരീങ്ങളെ വാക്ക് കൊടുത്തില്ലേ? ആ ബദരീങ്ങളെ സ്നേഹിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമില്ല. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് ജീവിച്ചിരുന്ന മഹത്തുക്കൾ മഹാന്മാർ പ്രിയപ്പെട്ട മുപ്പമാരൊക്കെ രോഗശയ്യയിൽ കിടക്കുമ്പോ പറയുമായിരുന്നല്ലോ, ആഹം ഔത്തത് കൂട്ടിടും ഇത് ലീസുകൂസിനെ കാട്ടിടും സമയം ലൈനവനാട്ടുക ബദരീങ്ങളാ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പഴയ കാലത്തുള്ളവർ പറയുമായിരുന്നു ബദരീങ്ങളുടെ തുണ, അല്ലാഹുവേ ബദരീങ്ങളുടെ കാവൽ, ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് ചതിക്കുടിയിൽ വീഴ്ത്താതെ നിങ്ങൾക്ക് തരണേ അല്ലാഹ്. ബദർ യുദ്ധത്തിൽ ഒരുപാട് ശക്തന്മാര് ഹംസ റളിയല്ലാഹു അൻഹു വെട്ടിയിരുന്ന്, തല വെട്ടിയിരുന്ന്, കൈ വെട്ടിയിരുന്ന്, കാല് വെട്ടിയിരുന്നു. സന്തോഷത്തോടെ ബദർ യുദ്ധങ്ങളിൽ എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ശത്രുവാണ്, തല കുനിച്ചിരിക്കുന്നു. ആരൊക്കെയാ പോയത്? മക്കള് പോയി, കുടുംബം പോയി, എത്രയോ ശക്തന്മാർ, എത്രയോ വമ്പന്മാർ, അവരൊക്കെ ബദറിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കളായി നെഞ്ചുവിരിച്ചു നടന്നവരൊക്കെ ബദരീങ്ങൾ വെട്ടിയെറിഞ്ഞ് കഷണമാക്കി വലിച്ചെറിഞ്ഞല്ലോ. മടങ്ങി വരികയാണ് അബൂ സുഫിയാൻ. എന്നിട്ട് ശത്രുക്കളോട് പറയുകയാ, ഇനി നമുക്ക് രണ്ട് ലക്ഷ്യം മാത്രമാണ്. ഇനി ഒരു യുദ്ധമുണ്ടാക്കുക, ഇനി ഒരു യുദ്ധമുണ്ടാക്കുക. ആ യുദ്ധത്തിൽ 2 ലക്ഷ്യമേ ഉള്ളൂ. ഞങ്ങൾ തോക്കട്ടെ, ഞങ്ങൾ പരാജയപ്പെടട്ടെ. 2 ലക്ഷ്യമേ ഉള്ളൂ. 1 മുഹമ്മദിനെ കൊല്ലുക, 2 ഹംസയെ കൊല്ലുക. എത്ര വാശി കൂടി ഹംസയോട്. ഇനി ഹംസായ അടുത്ത ഒരു യുദ്ധം കഴിഞ്ഞാൽ ഹംസ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ഹംസ പിന്നെ ജീവനോടെ ഉണ്ടാവാൻ പാടില്ല. ഇനി ഒരു യുദ്ധം കഴിഞ്ഞാൽ അവസാനിക്കട്ടെ, ഇനി ഒരു യുദ്ധം കഴിഞ്ഞാൽ ഹംസ തീരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതുപോലെ 3-4 ദിവസം പറഞ്ഞാലും തീരാത്ത ചരിത്രം ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, 2 യുദ്ധം, പ്രധാനപ്പെട്ട യുദ്ധം അതോടുകൂടി അവസാനിച്ചില്ലേ? അതോടുകൂടി അസ്തമിച്ചില്ലേ? അല്ലാഹുവേ, മാത്തൂരിന്റെ മണത്തെരികൾ കരയാൻ പോവുകയാണ്. അബൂ സുഫിയാൻ തലകുനിച്ചിരിക്കുകയാ, അബൂ സുഫിയാൻ തലകുനിച്ചിരിക്കുകയാ. 2 പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇനി ഒരു യുദ്ധം നടക്കുമ്പോ 2 പ്രധാനപ്പെട്ട ലക്ഷ്യമാ. ഞങ്ങളുടെ നേതാക്കന്മാരെ മുഴുവനും കൊണ്ടുപോയല്ലോ, നമ്മുടെ രാജാക്കന്മാരെ മുഴുവനും കൊണ്ടുപോയല്ലോ, അധികാരികൾ മുഴുവനും പോയല്ലോ, അഹങ്കാരികൾ മുഴുവനും പോയല്ലോ, എല്ലാ ധൈര്യവാന്മാര് പോയല്ലോ, അഭ്യസ്ത വിദ്യര് പോയല്ലോ. ഇനി ഒരു യുദ്ധമുണ്ടായ 2 ലക്ഷ്യമാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നുകളയുക, 2 ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുക. എന്നിട്ട് അവർ കമ്മിറ്റി കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും ഹംസയൊക്കെ മരിക്കട്ടെ. അത് ശരിയാവില്ല, അങ്ങനെ കൊല്ലാൻ ആർക്കും കഴിയില്ല. യുദ്ധത്തിനിടയിൽ എങ്ങനെയെങ്കിലും ഹംസയൊക്കെ മരിക്കട്ടെ എന്ന് വിചാരിച്ച നടക്കൂല. അല്ലാതെ എന്ത് ചെയ്യണം? ഹംസയെ കൊല്ലാൻ വേണ്ടി മാത്രം ഒരാളെ കൊണ്ടുവരണം. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി മാത്രം ഒരാളെ കൊണ്ടുവരണം. ഇസ്ലാമിന്റെ ശത്രുക്കൾ ആലോചിച്ചു, അതിനെന്താണ് ചെയ്യുക? ഏറ്റവും നല്ല കഴിവുള്ള ഒരാൾ, യുദ്ധതന്ത്രജ്ഞൻ, നല്ല പവർ തന്റെ. അപ്പൊ ഒരാൾ പറഞ്ഞു, വഹ്ശി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. വഹ്ശി. ആ വഹ്ശിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ ദൂരത്തിരുന്നിട്ട് ഉന്നം പിഴക്കാതെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞു കൊല്ലാൻ അതിനപ്പുറം അറേബ്യൻ രാജ്യത്ത് കഴിവുള്ള മറ്റൊരാളില്ല. വഹ്ശിയെ കൊണ്ടുവരാൻ. പക്ഷെ അന്ന് വഹ്ശി ഒരു അടിമയാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ജുബൈറിന്റെ അടിമയായ വഹ്ശിയെ കാണാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെന്നു. ജുബൈറിന്റെ അടിമയാണ്. ശ്രദ്ധയോടെ കേൾക്കണം. ഇതിന്റെ അവസാനം വഹ്ശിയുടെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ അറിയാതെ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോകുന്ന വളരെ ആവേശമുള്ള ഒരു സമാപനമാണ് നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ സമാപനം. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരും വഹ്ശിയോട്, പക്ഷെ അവസാനം നിങ്ങൾക്ക് വഹ്ശിയോടൊരു സ്നേഹം വരും. ഇതിന്റെ കാരണമുണ്ട്. നബി തങ്ങളുടെ മുമ്പോട്ട് പോകുന്നത് മാത്രമല്ല, ഇതിനൊരു പ്രതികാരം ചെയ്യുന്നു. ഇതിന്റെ സമാപനം അള്ളാഹു പഠിക്കാൻ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ വഹ്ശി അവർ ചെന്ന് സംസാരിച്ചപ്പോൾ വഹ്ശി വലിയ നിബന്ധനകൾ പറഞ്ഞു. അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്
ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അവനെ സ്വതന്ത്രനാക്കി വിടലാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞു, വഹശി നിനക്ക് എന്ത് വേണം തരാം, എന്ത് വേണമെങ്കിലും നിനക്ക് തരാം, നീ ആവശ്യപ്പെടുന്ന സ്വർണം തരാം, നീ ആവശ്യപ്പെടുന്ന സ്വത്ത് മുഴുവനും തരാം. ആ സമയത്ത് വഹശി പറയുകയാണ്, വേണ്ട, എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്വത്തും പണവുമൊന്നുമല്ല, ഈ അടിമത്തത്തിൽ നിന്ന് മോചനമാണ്. എനിക്കൊന്ന് സ്വതന്ത്രനായി നടക്കണമേ ഈ മണ്ണിലൂടെ. ഞാൻ അടിമയല്ലേ, എവിടെ ചെന്നാലും അടിമയല്ലേ, കറുത്തവനല്ലേ, വിലയില്ലാത്തവനല്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന ഹംസയെ കൊല്ലാം, പക്ഷേ എനിക്ക് സ്വതന്ത്രനായി പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ വാങ്ങിത്തരണം, എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം. അവര് സമ്മതിച്ചു. അവരിൽ ഒരാൾ പറഞ്ഞു, വഹശിക്കത്ര ഉറപ്പ് പോരാ, കൊല്ലാമെന്ന് സമ്മതിച്ചെങ്കിലും ഇനി ഒരു യുദ്ധത്തിൽ കൂടി ഹംസയെ വെറുതെ വിട്ടാൽ നമ്മൾ തോറ്റുപോയി. അതുകൊണ്ട് ഉറപ്പായും വഹശിക്കൊരു തന്റെ ഇടം കൊടുക്കാൻ ഹിന്ദിന്റെ മുമ്പിലേക്ക് കൊണ്ടുചെല്ലാം. നമുക്ക് ഹിന്ദിന്റെ മുമ്പിലേക്ക് നമുക്ക് കൊണ്ടുചെല്ലാം. ആരാണ് ഹിന്ദു, ആരാ ഹിന്ദു എന്ന് പറയുന്ന പെണ്ണാരാണ്? ഉത്തമത്തിന്റെ മോളാ. മതരനാഗരത്തിൽ ഹംസറിയാണ് കൊന്നത്. നിന്റെ വാപ്പയെ കൊന്നത് ഹംസയാ, നിന്റെ കൂടപ്പുറപ്പിനെ കൊന്നത് ഹംസയാ, നിന്റെ കൂട്ടാളികളെ കൊന്നത് ഹംസയാ, നിന്റെ കുടുംബക്കാരെ കൊന്നത് ഹംസയാ. മതരനാഗരത്തിൽ ഇറങ്ങി വന്ന നിന്റെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നത് ഹംസയാണ്, ഹംസയാണ്, ഹംസയാണ്. അതുകൊണ്ട് ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ഹംസയെ കൊല്ല. വഹശിയെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്, നീ ഒന്ന് ചാർജ് ചെയ്ത് കൊടുക്കണം. അന്നും ചാർജ് ചെയ്യാൻ പെണ്ണുങ്ങൾ ഉഷാറാണ്. ഹിന്ദു വിളിച്ചു, വഹശിയെ വിളിച്ചിട്ട് ചോദിച്ചു, നിനക്കെന്ത് വേണം? ഹിന്ദിന്റെ കഴുത്തിൽ കിടക്കുന്ന വല്ലാതെ വിലപിടിപ്പുള്ള മാല തൊട്ടിട്ട് ഹിന്ദു പറഞ്ഞു, ഈ ലോകത്ത് എന്റെ കഴുത്തിലല്ലാതെ ഈ മാല ആരുടെയും കയ്യിലില്ല, ഇത്രക്ക് വിലപിടിപ്പുള്ള. നീ ഹംസയെ കൊണ്ടിട്ട് വന്നാൽ ഈ മാല നിനക്ക് തരും. വഹശി ഒരു രാക്ഷസനെ പോലെ പൊട്ടിച്ചിരിച്ചു. പെണ്ണങ്ങനെയാണ്, പ്രതികാരദാഹിയായി പെണ്ണ് മാറിയാൽ ഭർത്താവൊന്നും നോക്കൂല, ഉമ്മാന്ന് നോക്കൂല, കൂടപ്പിറപ്പൊന്നും നോക്കൂല, കൂട്ടുകാരൊന്നും നോക്കൂല. പ്രതികാരം മനസ്സിൽ വന്നാൽ ഉമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകും. 18 വയസ്സ് വരെ വളർത്തിയ പൊന്നുമോൾ. സൂക്ഷിക്കണമെന്ന ഈ പ്രതികാരം, ഈ പൊന്നുമോൾ എവിടെ നിന്നാണ് പഠിക്കുന്നത്? നിങ്ങൾ കാണുന്ന സീരിയലിൽ പ്രതികാരമില്ലാത്ത സീരിയലുണ്ട്. അമ്മയെ തോൽപ്പിക്കാൻ നടക്കുന്ന മകൾ, അമ്മായിയെ തോൽപ്പിക്കാൻ നടക്കുന്ന മരുമകൾ, എന്നിട്ടും കണ്ണീരൊഴുക്കി കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ അവസാനിപ്പിക്ക്. ആ മുഖത്തിൽ ഞാൻ പറഞ്ഞ ആ മഹതിയായ സ്ത്രീ അസ്സലാമു അലൈക യാ ഹംസ എന്ന് പറഞ്ഞപ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് തിരിച്ചു മടക്കിയതുപോലെ നമുക്കും പോണം ഉഹദിന്റെ മണ്ണിൽ. നമ്മൾ പോയി സലാം പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ചെല്ലുമ്പോൾ പൂരി വെയിലായിരിക്കും, തളരരുത്. കുട വേണ്ട, കരിയട്ടെ. ഇതിലേറെ വലിയ വെയിലത്ത് നിന്നുകൊണ്ടല്ലേ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സഖിയായി. അതുകൊണ്ട് ആ മണ്ണിൽ പോയി കുട പിടിക്കുന്നതിനോട് ഞാൻ എതിരാണ്. വലിയ വെയിലാണ്, അസുഖം വരട്ടെ, വെറുതെ പോയിട്ടല്ലല്ലോ, അസുഖം വരട്ടെ, ആ വെയിൽ കൊള്ളണം. അവിടെ നിന്നുകൊണ്ട് ദ്വാരക്കണം, സിയാറത്ത് നടത്തണം, എന്നിട്ട് മടങ്ങുമ്പോൾ മനസ്സിന് തൃപ്തിയാണ്. പെങ്ങളെ പോണം. അല്ലാതെ ഈ നശിച്ച ലോകത്തിന്റെ ആട്ടവും ആഘോഷവും ആർഭാടവും കണ്ട് അല്ലാഹുവിനെ വെല്ലുവിളിക്കാൻ ഒന്നിന് കഴിവില്ലാത്തത് ഈ മനസ്സ് വെച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഖബറിന്റെ അകത്ത് ഒരു ചണ്ടിയുടെ വില പോലും നിനക്കുണ്ടാവില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഇസ്ലാമിന്റെ ചുണക്കുട്ടന്മാര് പഠിച്ചു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ശഹീദായി പോയവര് ഖബറിന്റെ അകത്ത് കൊണ്ടവരെ അടക്കങ്ങളില്ലാൽ അവരാ ഖബറിന്റെ അകത്ത് കിടന്ന് നുരുങ്ങി പോകുന്നവരാണെന്ന് നിങ്ങൾ കരുതി പോകണ്ട. അവര് അല്ലാഹു അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാ, അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാ, അവർക്ക് സന്തോഷം കൊടുത്തുകൊണ്ടിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വഹശിയോട് ഹിന്ദു പറയുന്നു, വഹശി നീ തയ്യാറാണോ? വഹശി നീ തയ്യാറാണോ? കറുത്ത് കരിങ്കുത്തി പോലെ നീണ്ടു നിവർന്നിരിക്കുന്ന ഭീകരം നിറഞ്ഞ കണ്ണുകളുള്ള വഹശി. ആ വഹശി പറയുന്ന ഹിന്ദിനോട് പറയുകയാ, ഞാൻ സന്നദ്ധ
അസ്മത്തിന്റെ മോളാ പറയുന്നത്. ധൈര്യമായിട്ട് ഹംസയെ കൊന്നിട്ട് വന്നാൽ നീ സ്വതന്ത്രനാണെന്ന് പറയുമ്പോ വഹശിയോടാ പെണ്ണ് പറയുന്നു, നീ യുദ്ധത്തിൽ പങ്കെടുക്കണ്ട, നീ ഉഹദ് യുദ്ധം നോക്കണ്ട, അത് തോക്കട്ടെ ജയിക്കട്ടെ, മുഹമ്മദ് നബിയെ കൊല്ലട്ടെ കൊല്ലാതിരിക്കട്ടെ, അതൊന്നും നിന്റെ മനസ്സിൽ വേണ്ട. നിനക്കൊരേ ഒരു ലക്ഷ്യം, അത് ഹംസയാണ്. അതിനുവേണ്ടി മാത്രം ഒരാളെ മൂർച്ചയുള്ള ചാട്ടുളി കൊടുത്തിട്ട് വഹശിയെ പറഞ്ഞു വിടുകയാണ്. ഉഹദ് മലയുടെ താഴ്വരയുടെ കല്ലുകൾക്കിടയിൽ പോയി വഹശി ഒന്നും തെറ്റാതെ നോക്കാൻ പറ്റുന്ന ഭാഗത്ത് പോയി ഒളിച്ചിരിക്കുകയാണ്. മനസ്സുകൊണ്ട് കൊതിക്കുന്നു, ഇവിടെ ഒരു 10 ചുവടുകൾക്കപ്പുറത്ത് ഹംസ ഒന്ന് വന്നു നിന്നിരുന്നെങ്കിൽ ഈ ചാട്ടുളി കൊണ്ട് ഹംസ എനിക്കറിയാമായിരുന്നു. എത്ര ദൂരത്തിലും നിറഞ്ഞാൽ ഒന്നും തെറ്റാത്ത ചാട്ടുളി വില്ലനായ വഹശി എന്ന് പറയുന്ന മനുഷ്യനതുമായി ഇവിടെ പോയി കാത്തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ബദറിന്റെ പ്രതികാരം തീർക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ വരികയാ. പഠിച്ചോ പെങ്ങളെ, ഉഹദ് യുദ്ധം നടക്കാൻ എല്ലാം കൊണ്ടും മുത്തറസൂലേറെ സങ്കടപ്പെട്ടു പോലെയുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് നുഴഞ്ഞു കയറ്റം നടന്ന ഊതുമലയുടെ മുകൾ ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂല് പിടിച്ചു നിർത്തിയിരുന്ന സഹാബികൾ യുദ്ധം വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിയപ്പോ അതിന്റെ പിന്നാലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വന്ന പ്രത്യേകമായ സാഹചര്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്നവരെല്ലാവരും പോയി. ഇസ്ലാമിന്റെ ശത്രുക്കൾ പെട്ടവരാണ് റസൂലിന്റെ ഭൂമുഖത്തേക്ക് കല്ലെടുത്തെറിഞ്ഞു പോലെ. അല്ലാഹുവേ, മുത്തറസൂലിന്റെ പല്ല് പൊട്ടിപ്പോയ നിങ്ങൾ പഠിക്കണ്ടേ? ഇതൊന്നും ആവശ്യമില്ലാത്തവർക്ക് പോകാം, ഇതൊക്കെ ലോകത്ത് നടക്കട്ടെ, അത് വെറുമൊരു കഥയാണെന്നുള്ളവർക്ക് പോകാം. മുത്തറസൂലിന്റെ പല്ല് പൊട്ടിപ്പോയ ആരംഭ റസൂല് കല്ലിൽ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് വേറാ പോകുന്നു. ആ കല്ലിനിന്നും സുഗന്ധമാണ്, ആ കല്ലിനിന്നും സൗന്ദര്യമാണ്. ആ കല്ലിന്റെ ഭാഗത്ത് നിന്ന് വിശ്വാസികൾ പോയാ മുത്തം കൊടുക്കാതെ മടങ്ങാൻ പറ്റൂല. ലോകത്തെ സുഗന്ധദ്രവ്യങ്ങൾ മുഴുവനും തോൽക്കുന്ന സുഗന്ധമാണ്. അല്ലാഹുവേ, തൗഫീഖ് താ. ആ മുത്തിനെ വന്ന് കാണിച്ചതാ, കൊതിയുണ്ട് റബ്ബേ, കൊതിയുണ്ട് റബീഉൽ അവ്വലല്ലേ പടച്ചവരെ, ഞങ്ങൾ പതിജാഹിലീങ്ങളാണ്, ഞങ്ങൾക്കൊന്ന് കാരണം അല്ല. ആ മുത്തറസൂല് പിടിച്ചു കയറുമ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്ന പിടിയടോ, മുഹമ്മദിനെ പിടിയടോ. ആ സമയത്ത് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്ന പോടാ, മുത്തറസൂലിന്റെ കൂടെ ഞാനുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ പിടിച്ചു കയറ്റി. മുത്തറസൂല് പറഞ്ഞല്ലോ, ഉഹദ് യുദ്ധം എന്റെ അബൂ തൽഹയുടെ തുൽഹത്തിന്റെ യുദ്ധമാണ് ഉഹദ്. എത്ര സന്തോഷം! സ്നേഹം കൊടുത്തവർക്കൊക്കെ തിരിച്ചു കൊടുത്ത മുത്തറസൂൽ ഒരു ഭാഗത്ത് മൂർച്ചയുള്ള വാളുകൊണ്ട് വലത്ത് ഭാഗത്ത് വരുന്നവർ വെട്ടുകയോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇടത് ഭാഗത്ത് വരുന്നവരെ വെട്ടുകയോ, മുമ്പിൽ വരുന്നവരെ വെട്ടുകയാണ്. ആരാണ് തളരാത്ത സിംഹം? മഹാനായ ഹംസത്തുൽ ഖറാർ വലാഫതുഹു വനസാതഹു. ശക്തി കൂടി, ഉണർവ് കൂടി, മുമ്പിൽ വരുന്ന ശത്രുക്കളൊക്കെ വെട്ടുകയാണ്. നോക്കുമ്പോ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ശത്രു വന്നിട്ട് ഹംസയെ വിട്ടാൻ പോവാ. ഹംസ റളിയല്ലാഹു അൻഹു പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞ, ആരടാ നീ, ആരടാ? ഹംസയുടെ രോമത്തിന്റെ വില പോലുമില്ലാത്തവന് എന്റെ മുമ്പിൽ എന്നുകൊണ്ട് ഉയർത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്ന് പറഞ്ഞിട്ട് അവന്റെ തല വെട്ടിയിട്ട് ഉഹദിന്റെ മുന്നിലൂടെ വെട്ടിയെറിയുമ്പോ വഹശി ഞെട്ടിപ്പോയി. താൻ ആഗ്രഹിച്ചതുപോലെ തൊട്ട് മുമ്പിൽ ഹംസ എത്തി. ഇനി പറയാനെനിക്ക് കഴിയുമോ എന്റെ മാത്തൂരുകാരെ? യുദ്ധത്തിന്റെ രണാകലത്തിൽ വില്ലാളി വീരന്മാരെ മുഴുവനും വെട്ടിയിരുന്ന മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അവസാനമറിയാതെ വഹശിയുടെ മുമ്പിൽ വരികയാണ്. വഹശി ഇരിക്കുന്നത് ഹംസ റളിയല്ലാഹു അൻഹു കാണുന്നില്ല. വഹശി ഇരിക്കുന്നത്
കാണുന്നില്ല. വഹശിയിരിക്കുന്നത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കാണുന്നില്ല. ചാട്ടുളി തയ്യാറാക്കുകയാ, ചാട്ടുളി തയ്യാറാക്കുകയാ. ഉന്നം തെറ്റാതെ, ഉന്നം തെറ്റാതെ, ഉന്നം തെറ്റാതെ വഹശി ആ ചാട്ടുളിയേറി നടത്തുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വാചകത്തോടെ, നാവിലൂടെ, തലയുടെ പുറത്തൂടെ, മുതുകിലൂടെ ആ ചാട്ടുളി പടന്ന് പന്തലിച്ച് കയറിയപ്പോ യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉഹദിന്റെ മണ്ണിലേക്ക് ഒരു പർവ്വതം പോലെ, ഒരു പർവ്വതം പോലെ, ഒരു പർവ്വതം പോലെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വന്ന് വീഴുകയാണ്. വീണത് മാത്രമോ വഹശി പോയില്ല, വഹശി പോയില്ല. വഹശിയോട് ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് പറഞ്ഞിരുന്നതെന്താ? വഹശിയോട് ഹിന്ദെന്ന് പറഞ്ഞിരുന്ന പെണ്ണ് പറഞ്ഞിരുന്നതെന്താ? എന്റെ കുടുംബക്കാരെ കൊന്നവനാണ് ഹംസ, എന്റെ കൂടപ്പുറപ്പുകളെ കൊന്നവനാണ് ഹംസ, എന്റെ കൂട്ടുകാരെ കൊന്നവനാണ് ഹംസ, എന്റെ നേതാക്കന്മാരെ കൊന്നവനാണ് ഹംസ. അതുകൊണ്ട് ഹംസ നീ വരുമ്പോ നിനക്ക് മാല തരണമെങ്കിൽ ഹംസ കരട് കൊണ്ടുവരണമെന്നാണ്. നിനക്ക് മാല തരണമെങ്കിൽ, നിനക്ക് മാല തരണമെങ്കിൽ ഹംസയുടെ കരട് കൊണ്ടുവരണമെന്നാണ്. ഹംസ റളിയല്ലാഹു അൻഹു ചാട്ടുളി പ്രയോഗം കൊണ്ട് മറിഞ്ഞു വീണുപോര, മറിഞ്ഞു വീണുപോര സിംഹമേ, മറിഞ്ഞു വീണുപോര സിംഹമേ. ഉഹദിന്റെ മണൽപ്പതികളെ പൊട്ടിക്കടന്നു പോര, ഉഹദിന്റെ കാൽഭാഗത്തുള്ള പർവ്വതങ്ങളെ പൊട്ടിത്തകർന്നു പോയ ഹംസ റളിയല്ലാഹു അൻഹു മറിഞ്ഞു വീണ് കിടക്കുമ്പോ വഹശി ചെല്ലുകയാ, എന്നിട്ട് വെട്ടുകയാ. ഒരു കോഴി അറുക്കുന്ന രാഘവത്തോടെ അല്ലാഹുവേ ഒരു കുഞ്ഞു ജീവിയെ വെട്ടുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ കൊണ്ടു നടന്ന ഹംസ. യാ ഹബീബല്ലാഹ്, ഞാനുണ്ട് നബിയേ, ഞാനുണ്ട് നബിയേ, എവിടെയും വെച്ചോ നബിയേ, എന്തും പറഞ്ഞോ നബിയേ, ഞാനുണ്ട് റസൂലേ എന്ന് പറഞ്ഞ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓരോ ഭാഗം ഇങ്ങനെ വെട്ടി എഴുതുകയാ. എന്നിട്ട് ആ മാരണത്തിന് വെട്ടുകയാ, മാരണത്തിന് വെട്ടുകയാ, ആ മരണം പെടുകയോ, കരൾ പുറപ്പെടുകയോ, ആ കരൾ കയ്യിൽ വെച്ചുകൊണ്ട് ഓടുകയോ, ആ കരൾ കയ്യിൽ വെച്ചുകൊണ്ട് ഓടുകയോ. ഹിന്ദേ ഹിന്ദേ ഹിന്ദു കട്ട പെണ്ണ്, നിന്റെ ആഗ്രഹം നടക്കട്ട പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ആ കരൾ കയ്യിൽ വെച്ചുകൊണ്ട് ഓടുകയാ. ഒരു പെണ്ണ് നശിച്ചോ, ആ വഹശി കൊണ്ടുപോവുകയാ. കരൾ കയ്യിൽ വെച്ചുകൊണ്ട് ഹിന്ദിന്റെ മുമ്പിലേക്ക് കൊണ്ടു ചെല്ലുകയാ. ആ ഹിന്ദെന്ന് പറയുന്ന പെണ്ണിന്റെ മുമ്പിലേക്ക് ആ വഹശി കരൾ കൊണ്ട് കൊടുക്കുകയാ. ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് സന്തോഷത്തോടെ തുള്ളിച്ചാടി ആ കരൾ പിടിച്ചു വാങ്ങി വാക്യവത്തിട്ട് ചവച്ചരിച്ചു. നമസ്കാരമില്ലാത്തവരോട് ഉണ്ടെങ്കിൽ നീ പുറത്തു കൊടുക്കണയോ? ഹബീബിനോട് മഹബത്തില്ലാത്തവരുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണയല്ല. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബികൾ വന്ന് പറയുന്നു, യാ ഹബീബല്ലാഹ്, രക്തസാക്ഷികൾ കിടക്കുന്നുണ്ട് നബിയേ, രക്തസാക്ഷികൾ കിടക്കുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എവിടെ എന്റെ ഹംസ, എവിടെ എന്റെ ഹംസ, എവിടെ എന്റെ ഹംസ എവിടെ? അതും റസൂൽ ഓടുകയാണ്. ഓടി വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുമാകത്ത് കാലിലുമാകത്ത് ശരീരത്തിന്റെ ഭാഗം മാന്തി പിളന്നിട്ട് വെട്ടി മുറിച്ചെടുത്തിട്ട് കരൾ കാണാനില്ല പുറപ്പെടുത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ കിടക്കുന്നത്? ഒരു കൊച്ചാപ്പ മാത്രമാണ്, ഒരു കൂട്ടുകാരനല്ലേ? കരഞ്ഞപ്പോഴൊക്കെ കണ്ണീരുടച്ച, കരഞ്ഞപ്പോഴൊക്കെ കണ്ണീരുടച്ച സ്നേഹിതനല്ലേ? വേദനിപ്പിച്ചപ്പോഴൊക്കെ, വേദന കൊണ്ട് മക്കളുടെ മണ്ണിൽ തുളഞ്ഞപ്പോഴൊക്കെ വേദനിക്കേണ്ട നബിയേ എന്ന് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പോലും പറഞ്ഞ സുഹൃത്തല്ലേ? സബാക്കും നിന്റെ താഴ്ഭാഗത്ത് അബുൽ ഹക്കം എന്നെ ചീത്ത വിളിച്ചപ്പോ, എന്നെ ഉപദ്രവിച്ചപ്പോ, എന്നെ കുറ്റപ്പെടുത്തിയപ്പോ, എന്നെ ശകാര വാക്കു പറഞ്ഞപ്പോ സങ്കടപ്പെടേണ്ട നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പും വില്ലും കൊണ്ട് അബുൽ ഹക്കം എന്റെ തലക്കടിച്ചവരെ നിങ്ങളെങ്ങനെ കിടക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂല് കണ്ണീര്
ജീവിതത്തിൽ ഏറ്റവും അധികം കണ്ണീരൊഴുകിയത് ആ ദിവസമാണ് ചരിത്രത്തിൽ. എന്നിട്ട് മുത്ത് റസൂൽ പറയുകയാ, സഹാബത്തെ നിങ്ങളൊക്കെ കണ്ടല്ലോ, എന്റെ ഹംസയെ നിങ്ങളൊക്കെ കണ്ടല്ലോ, എന്നെ സ്നേഹിച്ച ഹംസയെ നിങ്ങളൊക്കെ കണ്ടല്ലോ. ആ ഹംസാടെ പെങ്ങളുണ്ട് മഹാമഹതിയായ സഫിയ റളിയല്ലാഹു അൻഹ. കാണിച്ചു കൊടുക്കല്ലേ സഫിയാക്ക്, കാണിച്ചു കൊടുക്കല്ലേ സഫിയാടെ സഹോദരൻ കിടക്കുന്നത്, കാണിച്ചു കൊടുക്കല്ലേ. അതൊക്കെ സഹിക്കാൻ പറ്റൂല. ഈ രീതിയിൽ രണാകടത്തിൽ കിടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഫിയാക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കല്ലേ എന്ന് പറയുന്ന സഹാബികൾ സഫിയോട് പറയുന്നു, പോവല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പോകരുതെന്നാണ്. സഫിയ പറയുന്നു, ഞാൻ ക്ഷമിക്കുകയാ, ഞാൻ സഹിക്കുകയാ. എന്റെ സഹോദരൻ അല്ലാഹു കൊടുത്ത വിയോഗത്തിന് ഞാൻ ക്ഷമ കൈക്കൊള്ളുകയാ എന്ന് പറഞ്ഞിട്ട് സഫിയ റളിയല്ലാഹു അൻഹ കാണാൻ പോയിട്ട് സുബ്ഹാനല്ലാഹ് ബോധരഹിതയായി നിലംപതിക്കുകയാ. ആരംഭ റസൂലിന്റെ കരച്ചിൽ തീരാത്തത് കൊണ്ട് എപ്പോഴും കരഞ്ഞാലും വരുന്ന ജിബ്രീൽ, എപ്പോഴും സങ്കടം വന്നാലും വരുന്ന ജിബ്രീൽ, എപ്പോഴും വേദന വന്നാലും വരുന്ന ജിബ്രീൽ. ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, അന്ന ഹംസത്ത് മക്തൂബുൻ ഫീ അഹ്ലി സമാവാതി സബി അസദുല്ലാഹ് വഅസദു റസൂലുള്ളാഹ്. നബിയേ, കരയരുത് നബിയേ, കണ്ണീർ തുടക്കി നബിയേ. ഏഴ് ആകാശങ്ങളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നതെന്തെന്നറിയോ? ഹംസ റളിയല്ലാഹു അൻഹു അസദുല്ലാഹ്, അല്ലാഹുവിന്റെ സിംഹമെന്നാണ്. ഏഴ് ആകാശങ്ങളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെച്ചിരിക്കുന്നത് അസദു റസൂലില്ലാഹ്, അസദു റസൂലില്ലാഹ്, അസദു റസൂലില്ലാഹ്. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും സിംഹമാണ് ഹംസ എന്നാണ്. ഈ ആകാശത്തിലുണ്ടാ പേര്, ഈ ആകാശത്തിലുണ്ടാ പേര്. പേടിക്കേണ്ട മാത്തൂരുകാരെ, ഇന്നിവിടെ വന്നിരിക്കുന്ന ഇനി അരമണിക്കൂറിലേറെ ചരിത്രത്തിന്റെ ബാക്കിഭാഗമുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞു പോയാലും തീരാത്ത ചരിത്രമാണ്. അതാണ് സിംഹത്തിന്റെ സങ്കൂട്ടമര, അതാണ് സിംഹത്തിന്റെ നെഞ്ചൂക്കര. എന്റെ പ്രിയപ്പെട്ടവരെ, നഷ്ടമല്ല, നഷ്ടമല്ല. ഇന്നിവിടെ റബീഉൽ അവ്വലിന്റെ മനോഹരമായ രാത്രി ചെലവഴിച്ച 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ ഈ സമുദായത്തിന് നഷ്ടമല്ല. ജിബ്രീൽ പറയുന്ന, നബിയേ, ഈ ആകാശത്തിലുണ്ട് നബിയേ, ഈ ആകാശത്തിൽ ആ പേരുണ്ട് നബിയേ. അല്ലാഹുവിന്റെ സിംഹമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നബിയേ, അല്ലാഹുവിന്റെ സിംഹമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നബിയേ. ആരംഭ റസൂൽ എന്നിട്ടും കരയുകയാണ്. നബി തങ്ങൾ പറയുന്നില്ല, അസാബി മിസ്രിക അബദ മാ വഖഫ്തൻ ഖത്ത് മൗഖിഫൻ അഗയലു ഇലയ്യ മിൻ ഹാദാ. ഇന്നത്തെ ദിവസത്തെ പോലെ ഞാൻ സങ്കടപ്പെട്ട ദിവസമില്ല. മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സലാത്തു ചൊല്ലിക്കോ. മദീന ഇപ്പൊ പുളകം കൊള്ളുകയാണ്. എന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പാന്റെ ചരിത്രം പറയുന്ന മാത്തൂരിന്റെ മജ്‌ലിസിലേക്ക് ചെല്ലുമലക്കുകളെ മുത്ത് റസൂൽ പറഞ്ഞു വിടുകയാണ്. ഇവിടെ ഇരിക്കുന്നവരുടെ മനസ്സല്ലാഹുവിന്റെ റസൂൽ കാണാതെ പോവില്ല, അല്ലാഹുവിന്റെ ഹബീബ് അറിയാതെ പോവില്ല. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുന്നവര്, നിങ്ങൾക്ക് മുത്ത് റസൂലിന്റെ മുത്തമുറപ്പോ, മുസാഫഹത്തുറപ്പോ, സന്തോഷമുറപ്പോ, കാഴ്ച ഉറപ്പോ, ആലിംഗന ഉറപ്പോ, ഹൗദുൽ കൗസർ ഉറപ്പോ. എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് കിട്ടപ്പെട്ടു പോയവരല്ലേ. അവരെ മറക്കാൻ ഞങ്ങൾ തയ്യാറല്ലോ, അവരെ മറക്കാൻ ഞങ്ങൾ തയ്യാറല്ലോ. ഞങ്ങളുടെ മനോമുഖരത്തിൽ അവരുണ്ട് നബിയേ. എന്നിട്ട് ഇസ്ലാമിന്റെ സഹാബികൾ ചോദിക്കുന്നു, നബിയെ, പ്രതികാരം ചെയ്യണ്ടേ? ഞങ്ങളുടെ ഹംസയെ വെട്ടിയതിൽ പകരമായി വെറുതെ വെട്ടിയതാണോ? കരട് പുറത്തെടുത്തില്ലേ? അതുകൊണ്ട് പ്രതികാരം ചെയ്യണ്ടേ നബിയെ? അല്ലാഹുവിന്റെ റസൂലപ്പ പറഞ്ഞതെന്തെന്നറിയോ? ഉപദ്രവിച്ചവർക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന മുത്തു റസൂൽ, അടിച്ചവരെ, ഇടിച്ചവരെ, ശകാരിച്ചവരെ ഒക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്ന മുത്തു റസൂൽ. അതിന് മറുപടിയായി പറഞ്ഞതെന്താ? വലഇൻ അദ്ഹറനിയല്ലാഹു അലാ ഖുറൈശിൻ ഫീ മൗതിൻ ഫീ മവാതിൻ അംസലഹുന്ന ബിസലാസീന റജുലാ. അല്ലാഹു പടച്ചതമ്പുരാ എനിക്കതിനുള്ള ഒരു പ്രത്യേകമായ ഭാഗ്യം തന്നാൽ എന്റെ ഹംസ ഒരാളിന് പകരമായി 30 ശത്രുക്കളെ ഞാൻ
വഴി തന്നിട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്റെ ഹംസയ്ക്ക് പകരം 30 ശത്രുക്കളെ വെട്ടി, തലവെട്ടി, കൈവെട്ടി, കാലുവെട്ടി, കോലം മാറ്റി വലിച്ചെറിയുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ ചെയ്യുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പഠിത്തന്റെ പറഞ്ഞു, വൈനഅഖബതും ഫഅഖിബൂ ബിമിസ്ലി മാ ഉഖിബതും ബിഹി വലഇൻ സബർതും ലഹുവ ഖൈറുൽ ലിസ്സാബിരീൻ. ചെയ്യുന്നെങ്കിൽ ചെയ്തോ, ക്ഷമയാണ് നല്ലത് നബിയേ. ചെയ്യുന്നെങ്കിൽ ചെയ്തോ, ക്ഷമയാണ് നല്ലത് നബിയേ. വഹശി കൊണ്ടുപോയ കരളെന്ത് ചെയ്തു? തിരിച്ചു പ്രതികരിച്ചില്ല. വഹശി കരൾ കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വഹശി കൊണ്ടുപോയ കരൾ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് കടിച്ച് ചവച്ചരച്ചിട്ട് തിന്നിറക്കിയാൽ ആ ഹിന്ദെന്ന പെണ്ണിന് പോലെ വന്ന നരകം കൊടുക്കൂല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എന്റെ ഹംസയുടെ ശരീരത്തിന്റെ ഒരു അംശം വയറ്റിനകത്ത് കഴിച്ചിറക്കിയാൽ, ഹിന്ദു എന്ന് പറയുന്ന പെണ്ണ് കഴിച്ചിറക്കിയാൽ ആ പെണ്ണിനല്ല നരകം കൊടുക്കൂല. വഹശി കരൾ കൊണ്ട് ഓടുകയാണ്. എന്തെന്ന് പറയുന്ന പെണ്ണ് ആ കരളെടുത്ത് വലാകിന്നൽ കബദ ഇസ്തഅസത് അലാ അനിയാബിഹാ വഅജസത്ഹാ അൻ തുസീറഹാ. ചവച്ചരച്ചിട്ട് അവൾക്ക് അകത്തേക്ക് ഇറക്കാൻ പറ്റിയില്ല, മുഴുവനും തുപ്പിക്കളഞ്ഞു. റസൂല് പറയാണ്, ഹംസയുടെ കരളിന്റെ ഭാഗം ഹിന്ദിന്റെ വയറ്റിൽ ചെന്നാൽ ആ ശരീരം, ആ മാംസം കിടക്കുന്ന ഹിന്ദിന്റെ ശരീരം പിന്നെ നരകത്തിൽ കിടക്കൂല. അത്രയ്ക്ക് അള്ളാഹുവിന് എന്റെ ഹംസയെ ഇഷ്ടമാണ്. ഹംസ റളിയല്ലാഹുവിന്റെ വിട പറഞ്ഞതിന്റെ അന്ന് ഒരു കുഞ്ഞ് ജനിച്ചു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തറസൂലിന്റെ മുമ്പിലേക്ക് അവര് വന്നു, പാലു ഈ കുഞ്ഞിന് ഞങ്ങൾ എന്ത് പേരിടുന്നു? ഈ കുഞ്ഞിന് ഞങ്ങൾ എന്ത് പേരിടും? സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലുൽ അസ്മാഇ അബ്ദുല്ലാഹ് വഅബ്ദുർറഹ്മാൻ. പേരിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അബ്ദുല്ലാഹി അബ്ദുർറഹ്മാനുമാണ്. പക്ഷേ ബിഅഹബ്ബുൽ അസ്മാഇ ഇലയ്യ ഹംസാ, ഞാൻ ഇഷ്ടപ്പെടുന്ന പേര് ഹംസ എന്നാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പേര് ഹംസ എന്നാണ്. നിന്റെ കുഞ്ഞിന് ഹംസ എന്ന പേരിട്ടോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുഞ്ഞിന് ഹംസ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ. റസൂൽ പറയുന്നു, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പേര് ഹംസ. നിന്റെ കുഞ്ഞിന് ആ പേരിട്ടോ, എന്റെ ഹംസയുടെ പേരിട്ടോ, എന്റെ ഹംസയുടെ പേരിട്ടോ. ഈ സദസ്സിന്റെ ഒരു ആദരവിന് വേണ്ടി ചോദിക്കുകയാണ്, ഇനി എനിക്കൊരു ആൺകുഞ്ഞ് പിറന്നാൽ ഞാനതിന് ഹംസ എന്ന് പേരിടും എന്ന് താല്പര്യമുള്ളവരെന്ന് കൈവയ്ക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹംസ എന്ന് പേരിടാൻ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹശി എവിടെയാണ് പോയത്? വിശാലമാണ് ഞാൻ ചുരുക്കുന്നു. വഹശി എവിടെയാണ് പോയത്? വഹശി ഓടി. ആ രാജ്യത്തിൽ നിന്ന്, നാടിൽ നിന്നൊക്കെ ഓടി. എങ്ങനെ ഞാൻ സഹാബത്തിന്റെ മുമ്പ് പോകും? എനിക്ക് പോകാൻ പറ്റൂല. എനിക്ക് ഹിന്ദു സ്വർണം തന്നാലെന്താ, എന്നെ സ്വതന്ത്രനാക്കിയാലെന്താ, ഒരു കാര്യവുമില്ല. ഞാൻ എവിടെ പോയിട്ട് ഒരു രക്ഷയുമില്ല. പേടിച്ചു ഭയന്ന് വഹശി ഓടുകയാണ്. ഓടി 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 അവസാനം കുറെ ആളുകൾ വന്നു പറഞ്ഞു, വഹശി, മുസ്ലിമായാൽ നിന്നെ അവരൊന്നും ചെയ്യൂലടാ, മുസ്ലിമാനൊന്നും ചെയ്യൂല. മുത്തറസൂലിന്റെ മുമ്പ് പോയി ഷഹാദത്ത് കലിമ പറഞ്ഞ ഒരാളെയും അല്ലാഹുവിന്റെ റസൂൽ ഒന്നും ചെയ്യൂല. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് വെക്കോ. അപ്പോ വഹശി പറഞ്ഞു, എന്നെ കണ്ടാലോ, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടാലോ, അതിനു മുമ്പ് ചിലപ്പോ കൊല്ലാൻ ഉത്തരവിട്ടാൽ എന്നെ അവിടെ വെച്ച് വെട്ടിയെരിയൂലേ? അത്രത്തോളം ഞാൻ ആ മനസ്സിനെ സങ്കടപ്പെടുത്തിയില്ലേ? ആ സമയത്ത് ശത്രുക്കൾ പറഞ്ഞു കൊടുത്തു, നീ ഒരു മുഖംമൂടി വെച്ചിട്ട് പോയാൽ മതി, അറിയൂല. അങ്ങനെ വഹശി ഒരു മുഖംമൂടി തയ്യാറാക്കി. കുറേ കാലം കഴിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹു വിട പറഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിൽ നിന്ന് ആ ഓർമ്മകൾ പതിയെ പതിയെ നീങ്ങി തുടങ്ങുകയാണ്. മുഖംമൂടി ധരിച്ച ഒരു മനുഷ്യൻ മുത്ത റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളാരാ? ഞാനൊരു മുസാഫിറാണ് നബിയേ, ഞാനൊരു മുസാഫിറാണ് നബിയേ. വഹശിയുടെ കാലുകളിങ്ങനെ വിറയ്ക്കുകയാണ്. ഇവിടെ ഇതുവരെ വന്നു നിന്നിട്ടില്ല, ഇവിടെ ഇതുവരെ വന്നു നിന്നിട്ടില്ല. എത്രയോ അകലത്തിൽ നിന്ന് വന്നവനാണ്. പേടിയ
എന്ത് തെറ്റ് ചെയ്താലും ഇസ്ലാമിലേക്ക് വന്നാലെന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് കേട്ട് നബിയെ ശരിയാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എത്ര തെമ്മാടിത്തരം ചെയ്താലും എത്ര തെറ്റ് ചെയ്താലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതോടുകൂടി അവന്റെ പാതകങ്ങളെ പുറത്തു കൊടുക്കുകയാണ്. എന്ത് തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കുവോ നബിയെ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബല, അതെ, എന്ത് തെറ്റ് ചെയ്താലും പുറത്തു കൊടുക്കും. ആ സമയത്ത് ഈ വന്ന മനുഷ്യൻ പറയുന്നു, എന്നാൽ അങ്ങയുടെ മനസ്സിൽ കൊണ്ട് നടന്ന പ്രിയ കൂട്ടുകാരൻ അന്ന് ഒരുപാട് കരഞ്ഞുപോയ ദിവസത്തിന്റെ ആ മണ്ണിൽ കിടന്നുകൊണ്ട് ശരീരത്തിന്റെ സകലങ്ങൾ യുദ്ധത്തിന്റെ രണാകണത്തിൽ വലിച്ചെറിഞ്ഞ പോലെ കരളില്ലാതെ വലിച്ച് ചിന്ന ഭിന്നമാക്കിയിട്ടിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുപോലെ വഹശി വന്നാലങ്ങ് പൊരുത്തപ്പെട്ടു കൊടുക്കുമോ? അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയരാ, മുഖം മൂടി മാറ്റിയിട്ട് പറയുന്നു, യാ ഹബീബല്ലാഹ്, പൊരുത്തപ്പെടുന്നുണ്ട്. അങ്ങ് കൊണ്ട് നടന്നു പോയ കൂട്ടുകാരനെ കൊന്നവനാണ് ഞാൻ. മുസ്ലിമാകുന്ന നബിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. നബിയേ, ഈ വഹശി മുസ്ലിമാണ് നബിയേ, ഈ വഹശി മുസ്ലിമാണ് നബിയേ. ആരംഭ റസൂല് ആ വഹശിയുടെ മുഖത്തേക്ക് തിരിഞ്ഞിട്ട് പറയുന്നു, വഹദ്ദിസ്നി കൈഫ ഖതൽത ഹംസ, എന്റെ ഹംസയെ നീ എങ്ങനെ കൊന്നു പറഞ്ഞതാടാ വഹശി. വഹശി കരയാൻ തുടങ്ങി, നബിയേ, അത് പറയണമോ നബിയേ? ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കഥയാണ് നബിയേ, ഞാൻ മറക്കാൻ കൊതിക്കുന്ന കഥയാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പറയും, എന്റെ ഹംസയെ കൊന്നതെങ്ങനെയെന്ന് പറയും. വഹശി പറഞ്ഞു കൊടുക്കുകയാ, വഹശി പറഞ്ഞു കൊടുക്കുകയാ. സാക്കുളി കൊണ്ട് ഹിന്ദിന്റെ സമ്മാനം കിട്ടാൻ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചു പോരാ. ഉഹദിന്റെ മലമടക്കുകൾക്കിടയിൽ ഒളിച്ചിരുന്നവണ്ട് പാത്തും പതുങ്ങയിൽ ഹംസയുടെ മാറിടം ദീക്ഷമാകിയിട്ട് ചാക്കുളി വലിച്ചെറിഞ്ഞ് ഹംസയുടെ നാക്ക് കുത്തിപ്പൊളിച്ച് പുറത്തേക്ക് ആ ചാക്കുളി കടന്ന രംഗം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല്, യാ അല്ലാഹ്, ഉഹദിന്റെ മണ്ണിൽ നിന്ന് കരഞ്ഞതുപോലെ റസൂല് കരഞ്ഞിട്ട് പറയുകയോ, നിന്നോട് ഞാനൊരു കാര്യം പറയുവാ, നീ ചെയ്യുവോ? ഫഹൽ തസ്തതിഉ അൻ തുഅയ്യിബ വജ്ഹക അന്നീ, ഒരു ഉപകാരം ചെയ്യോ വഹശി, ഇനി നീ എന്നെ കാണാൻ വരല്ലേ, ഇനി എന്റെ മുഖത്ത് നോക്കല്ലേ. എല്ലാം പൊരുത്തപ്പെട്ടതെന്ന് നീ മുസ്ലിമായല്ലോ, പക്ഷേ ഫഹൽ തസ്തതിഉ അൻ തുഅയ്യിബ വജ്ഹക അന്നീ, ഞാൻ വരുന്ന സ്ഥലത്തിന് വരല്ലേ. ഞാൻ ഇവിടെ വന്നാൽ അവിടെ നിന്ന് വയ്ക്കും, ഞാൻ അവിടെ വന്നാൽ അവിടെ നിന്ന് വയ്ക്കും. എനിക്കിനി നിന്നെ കാണണ്ട, നിന്റെ മുഖം കാണുമ്പോ മുഖത്തിൽ കിടന്നു പോലെ എന്റെ ഹംസയുടെ ശരീരം എന്റെ മനസ്സിൽ വരികയാ. അതുകൊണ്ട് വഹശി, ദയവ് ചെയ്ത് ഞാൻ വരുന്ന സ്ഥലത്തിന് വരല്ലേ, അതിനുള്ള പരിശ്രമം നീ നടത്തണേ, പൊയ്ക്കോ. ഇനി കഥ പറയുന്നത് വഹശിയാണ്. ഇനി നൗഷാദ് ബാഖവിയല്ല പറയുന്നത്, കിതാബുകളല്ല പറയുന്നത്, ഇനി പറയുന്നത് വഹശിയാണ്. ആ വഹശി പറയുന്നു, ഫലം യറാനി ഹത്താ ഖബലഹുല്ലാഹ്, ഞാൻ മരിക്കുന്നത് വരെ പിന്നെ ഞാൻ എന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവ്വത്തേക്ക് നോക്കിയിട്ടില്ല. വഹശി പറയാം, അല്ലാഹുവിന്റെ റസൂലിനെ ഏറെ വേദനിപ്പിച്ച തെറ്റ് ചെയ്തു പോയ ഞാൻ, എന്നോട് ആരംഭ റസൂല്, നീ ഒന്ന് മാറിപ്പോവോ, എല്ലാം പൊരുത്തപ്പെട്ടു, എന്നെ നോക്കല്ലേ, എന്നെ കാണല്ലേ, എനിക്ക് നിന്റെ മുഖം കാണണ്ടെന്ന് പറഞ്ഞപ്പോ ആ വഹശി പറയുക, ഇനി പറയുന്നത് മുഴുവനും വഹശിയാണ്. ഇനി നമ്മുടെ ചരിത്രത്തിന്റെ സമാപനം പറഞ്ഞു നിർത്തുന്നത് വഹശിയാണ്. അപ്പൊ നിങ്ങൾ അറിയാതെ ഇത്രയും നേരം മനസ്സിൽ കൊണ്ടു നടന്ന വാശിയും വെറുപ്പും വൈരാഗ്യവും ഒക്കെ മറന്ന് ഒരു റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കണം. പാവമില്ലേ, ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ലേ? ആ വഹശി പറയുന്നു, ഫലം യറനി ഹത്താ ഖബലഹുല്ലാഹ്, അല്ലാഹു റൂഹ് പിടിക്കുന്നവരെ പിന്നെ ഞാൻ മുത്ത് ഹബീബിന്റെ മുമ്പിലേക്ക് പോയില്ല. പക്ഷേ ഞാൻ ഓരോ ദിവസവും ഇരുന്ന് കരഞ്ഞു. ഇസ്ലാമിലേക്ക് വന്നു, റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നപ്പോൾ സഹാബിയായല്ലോ. സ്വഹാബികളിൽ ഏറ്റവും ലാസ്റ്റിലത്തെ സ്ഥാനം വഹശിക്കാണ്. ഇത്രയും സഹാബികളുടെ സ്ഥാനം കഴിഞ്ഞിട്ട് ഏറ്റവും സമാപന സ്ഥാനം വഹശിക്കാണ്. വഹശി പൊട്ടിക്കരഞ്ഞു, ഇതിനൊരു പ്രതികാരം ചെയ്യണമല്ലോ, ഇതിനൊരു പ്രതികാരം ചെയ്യണമല്ലോ. ഞാൻ അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു പോരാ ഹംസ
എനിക്കൊരു പ്രതികാരം ചെയ്യണമല്ലോ. എന്നിട്ട് മഹാനായ വഹശി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ചാട്ടുളി കയ്യിലെടുത്തിട്ട് പറഞ്ഞു, എനിക്കിനി ഒരാളെ കൂടി കൊല്ലാനുണ്ട്, എനിക്കിനി ഒരാളെ കൂടി കൊല്ലാനുണ്ട്. ആ ഒരാളെ കൊല്ലുന്നതോടുകൂടി ഇസ്ലാമിലുള്ളവർക്ക് എന്നോട് സ്നേഹം കൂടുമെന്ന് വഹശി പറഞ്ഞിട്ട് ആ ചാട്ടുളിക്ക് മൂർച്ച കൂട്ടുകയാണ്. ഹംസയെ കൊന്ന ഹംസയുടെ നാവ് തുറന്നുകൊണ്ട് അകത്തേക്ക് തുളച്ചു കയറിയ ചാട്ടുളിയോട് വഹശി പറയുന്നു, നീ ചെയ്തു പോയ അക്രമത്തിനെന്ന് പരിഹാരമാകുമെടാ എന്ന് ചാട്ടുളിയോട് പറഞ്ഞിട്ട് മഹാനായ വഹശി, എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ചെയ്തതെന്ന് എന്റെ മാത്തൂരുകാർക്കറിയുമോ? പറഞ്ഞു തരാൻ പോവുകയാണ്. അതുകൂടി പറഞ്ഞിട്ടാണ് ബദറിന്റെ സുജൂദിൽ കിടന്നുകൊണ്ട് മുത്ത് റസൂല് പറഞ്ഞ ദിക്ർ 33 പ്രാവശ്യം നമ്മളൊന്ന് ചൊല്ലുകയാ. അല്ലാഹു ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ തുഖാതിഹി വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ. അല്ലാഹുവിന്റെ പരലോകത്ത്, നാളെ പരലോകത്ത് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വന്നു നിൽക്കുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, ഹംസ കൈയെവിടെ, കാലെവിടെ? ഹംസ, നിന്നെ ഞാൻ പഠിച്ചത് ഇങ്ങനെയല്ലല്ലോ ഹംസ. നിനക്കെത്ര ആരോഗ്യമുണ്ടായിരുന്നു ഹംസ, നിനക്കെത്ര ആഫിയത്തുണ്ടായിരുന്നു ഹംസ. ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നു, പഠിച്ചവനെ, ഈ ശരീരം നിന്റെ ദീനിന് വേണ്ടി കൊടുക്കാനേ. എന്റെ കൈ, എന്റെ കാല്, എന്റെ ശരീരം, എന്റെ കരള്, എന്റെ ശരീരത്തിന്റെ തൊലി മുഴുവൻ ഞാൻ പഠിച്ചവന് വേണ്ടി കൊടുത്തതാണ് അല്ലോ എന്ന് ഹംസ റളിയല്ലാഹു അൻഹു പറയുമ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്ന ജഅഫറെ, നിന്റെ കൈ എവിടെ, കാലെവിടെ? ജഅഫർ റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ, വലത്തേ കൈ, ഇടത്തേ കൈ, വലത്തേ കാല്, ഇടത്തേ കാല് മുഴുവനും മൊത്തത്തിന്റെ രണാകടത്തിൽ വലിച്ചെറിഞ്ഞ് നബിയേ, വലിച്ചെറിഞ്ഞ് പടച്ചവനെ. ഓരോരുത്തരും അങ്ങനെ വരുമ്പോ പെങ്ങളെ ആസിയ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, എവിടെ ആസിയ, എവിടെ? നിനക്ക് ഞാൻ സൗന്ദര്യം തന്നിരുന്ന ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വലിച്ചടച്ചു വന്നോ. ഇസ്ലാമിൽ ആദ്യമായി ഷഹീദായ സുമയ്യ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്ന, പെണ്ണേ സുമയ്യ, എവിടെ നിന്റെ സൗന്ദര്യം, എവിടെ നിന്റെ അവയവങ്ങൾ, എവിടെ? വെട്ടിമുറിച്ചു പോയല്ലോ അല്ലാ, ഇസ്ലാമിന്റെ ശത്രുക്കൾ വെട്ടിക്കൊണ്ടുപോയല്ലോ അല്ലാ. എന്നാൽ എന്റെ മാത്തൂര് വന്ന ജനസാഗരമേ, ഈ പാടവും പറമ്പും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ജനസാഗരമേ, നാളെ പരലോകത്ത് പടച്ചറപ്പ് നിങ്ങളോട് ചോദിക്കുന്നു, എന്ത്? അവരൊക്കെ അങ്ങനെ കൊടുത്തെങ്കിൽ നിങ്ങളെന്താ കൊടുത്തത്? എന്റെ ദീനിന് വേണ്ടിയിട്ട് എന്താ കൊടുത്തത്? ഹംസ റളിയല്ലാഹു അൻഹുവിനെ മുമ്പ് വെച്ച്, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ മുമ്പ് വെച്ച്, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ മുമ്പ് വെച്ച്, മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനെ മുമ്പ് വെച്ച്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വട്ടപൂജ്യമാവൂലേ? സുമയ്യ, റാബിയത്തുൽ അദവിയ, ശഅബാറത്തുൽ മിസ്രിയ, നഫീസത്തുൽ മിസ്രിയ, ആസിയ ബീവി റളിയല്ലാഹു അൻഹ തുടങ്ങിയ മഹിളാ രത്നങ്ങളുടെ മുന്നിൽ കാരണക്ക് വിലയില്ലാതെ പരലോകത്ത് കഴിയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ചിന്തിച്ചോ മാതോരുകാരെ, ചിന്തിച്ചോ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹു കൊടുത്തതിന്റെ ഒരു അംശം കൊടുക്ക. എന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ സാട്ടുളി കയ്യിൽ വെച്ചുകൊണ്ട് വഹശി പടിയിറങ്ങുകയാ, പ്രതികാരം ചെയ്യാ. മുസ്ലിങ്ങൾക്ക് പോലെ സ്നേഹം തിരിച്ചു കിട്ടോ? ആ വഹശി രംഗത്ത് വരുമ്പോ എന്റെ മുമ്പിലിരിക്കുന്നവരോട് പറയട്ടെ, ആ ഭാഗത്തേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അല്ലാ, നാളെ ഈ പറയപ്പെട്ട മഹാന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, ഈ മഹദികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അല്ലാ, നാണം കെട്ടു പോകാതിരിക്കാ. അവര് കടന്നു പോകുന്ന സ്വർഗത്തിലോട് ശരീരത്തെക്കാൾ മനുഷ്യനിഷ്ടപ്പെടുന്നത് പണമാണല്ലോ, ഉമ്മയേക്കാൾ മനുഷ്യനിഷ്ടപ്പെടുന്നത് പണമാണല്ലോ, വാപ്പയേക്കാൾ മനുഷ്യനിഷ്ടപ്പെടുന്നത് പണമാണല്ലോ, മക്കളെക്കാൾ മനുഷ്യരും ഇഷ്ടപ്പെടുന്നത് പണമാണല്ലോ. ആ പണം കൊണ്ടൊരു ചെറിയ ജിഹാദ് സർവ്വതും സമർപ്പിച്ച ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ സാക്ഷി നിർത്തിയിട്ട് ചെയ്യാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന പണത്തിനോട് ജീവിതം
ആഡംബരം, സുഖം, അതിനെയൊക്കെയാണ് മഹാന്മാർ ഏറ്റവും അധികം വില കൊടുത്തത്. പക്ഷെ അതിനെ അവർ മാറ്റിവെച്ചു. അങ്ങനെയാണെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിതത്തിൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ പണമാണ്, നിങ്ങളും പണമാണ്, നിങ്ങൾ സ്വർണം, നിങ്ങൾ പണം. അള്ളാഹുവിന്റെ ദിനു വേണ്ടി ചെറിയൊരു ജിഹാദ്, നിങ്ങളിൽ എത്ര ആളുകൾക്ക് വലിയ തുകയൊന്നും വേണ്ട, വാഗ്ദാനങ്ങളൊന്നും വലിയ തുകയായിട്ട് വേണ്ട. എത്ര ആളുകൾക്ക് ഒരു 5 മാസത്തെ കാലാവധി, ഇന്നലെ പറഞ്ഞതുപോലെ 5 മാസം ഇൻഷാ അല്ലാഹ് സമയമുണ്ട്. 5 മാസത്തെ സമയമുണ്ട്. നിങ്ങൾ പരിശ്രമിച്ചാൽ നടക്കുന്ന ഏറ്റവും ചെറിയ, നിങ്ങളുടെ ജീവിതത്തിൽ അതിലേറെ നിങ്ങൾ പണത്തിനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ പിന്നെ ആയിക്കോട്ടെ, അതിനപ്പുറത്തേക്കാണ് നമ്മൾ പണത്തെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ആയിക്കോട്ടെ, അതിന് ഞാൻ ചോദിക്കാനാളല്ല. പക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവിന്റെ സുഗന്ധം പടർന്നു കയറുന്ന മാത്തൂരിന്റെ മജ്‌ലിസിൽ ഞാൻ പറയുന്നു, 5 മാസത്തെ കാലാവധി വെച്ചിട്ട് 10,000 രൂപ, 10,000 രൂപ, ഒന്നും വേണ്ട. 5 മാസത്തെ കാലാവധി. എന്റെ മനസ്സിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു വല്ലാതെ താല്പര്യത്തോടു കൂടി കൊണ്ടു നടക്കുന്ന ആ പ്രേമത്തെ, ആ പണത്തിനോടുള്ള പ്രേമത്തെ അള്ളാഹുവിന്റെ മുന്നിൽ നാളെ എന്ത് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു കാലഘട്ടത്തിലെ ഈമാന്റെ വക്താക്കളാകുന്ന മക്കളിരുന്ന് ഖുർആൻ ഓതുന്ന സ്ഥലത്ത് ഒരു കാല് വെക്കാനുള്ള സ്ഥലം 10,000 രൂപ കൊണ്ട് ഞാൻ ഉണ്ടാക്കി. ഒരു കാല് വെക്കാൻ, ഒരു കുഞ്ഞിന് നിൽക്കാനുള്ള സ്ഥലം, ഒരു കുഞ്ഞ് സലാത്ത് ചെല്ലുന്ന സ്ഥലം, ഒരു കുഞ്ഞ് ഖുർആൻ പഠിക്കുന്ന സ്ഥലം ഞാൻ ഉണ്ടാക്കി എന്ന അഭിമാനത്തോടെ പറയാൻ ഇത്രയും കാലാവധിയുണ്ട്. സഹോദരിമാരുടെ ഭാഗത്ത് കടലാസും പേനയുമായിട്ട് ചെല്ലുക, പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് മാത്രം എഴുന്നേൽക്കുക, മുമ്പിലേക്ക് കൊണ്ട് പേര് പറയുക. അവിടെ പുറകിലാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ പേര് സംഘാടകരെ പറയുക. ഒന്നാമത്തെ ആളാരാണ്? ഒരു കുഞ്ഞുമോനെ കയ്യിൽ വെച്ചുകൊണ്ടൊരു സഹോദരൻ. സംഘാടകർക്ക് താല്പര്യമില്ലെങ്കിൽ വേഗം നിർത്താം. പേരെന്താ? സഫീർ. ഇവിടെ വന്നൊരു സഹോദരൻ സഫീർ. ആ കൂട്ടുകാരന്റെ പേരെന്ന് ചോദിച്ചേ. ആ ഒറ്റ ഒരു കണ്ണാടിയിട്ടൊരു ചുവന്ന സെറ്റിന്റെ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ. ഇന്നലെ നീങ്ങാൻ വന്നില്ല. കഴിഞ്ഞ 2 വർഷം വന്നപ്പോഴേ വന്നില്ല. അവൻ വളരുന്നില്ല, ചെറുതാവുന്നില്ല, അന്ന് ഇന്ന് അങ്ങനെ തന്നെ. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. സാധു വളർന്ന പേര് സിറാജുദ്ദീൻ. ഇവിടെ സഫീർ, സിറാജുദ്ദീൻ, അങ്ങനെ പറയും. ഇത്രയും ആളുകൾക്കിടയിൽ നമുക്ക് പറയാനില്ലേ ഒരു 10,000? ഇതിന് വേണ്ട അലിസ്ലാം. 10,000 രൂപ. റഫീഖ് എന്ന സഹോദരൻ, സഫീർ, അതുപോലെ തന്നെ പിന്നെ സിറാജുദ്ദീൻ, റഫീഖ്. ഉമ്മയുടെ നെഞ്ചിലെ വേദന മാറ്റാൻ സഫീർ എന്ന, അല്ല റഫീഖ് എന്ന കൂട്ടുകാരൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. റബ്ബേ, എല്ലാം അറിയുന്ന പടച്ചവനെ, റഫീഖിന്റെ ദുഃഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. റഫീഖിന്റെ സങ്കടം നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. സഫീറും അതുപോലെ സിറാജുദ്ദീനും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ് നീ വിജയിപ്പിച്ചു കൊടുക്കല്ല. 5 മാസത്തെ കാലാവധി വെച്ചിട്ട് പെങ്ങളെ നിനക്ക് പറയാൻ പറ്റുമോ? ഞങ്ങളൊന്നും ചെയ്തില്ല ഉസ്താദേ. സുമയ്യയുടെ മുന്നിൽ, ആസിയുടെ മുന്നിൽ, ഷഹബാനത്തിന്റെ മുന്നിൽ നിങ്ങൾ വെറും പൂജ്യമാണ്. എങ്കിലും ഞങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഉസ്താദ് പറഞ്ഞില്ലേ ഒരു ചെറിയ സ്വർണം മാത്രമാണ് ഉള്ളത്, വിധവയാണ്, രോഗമാണ്. ഉസ്താദിനോട് പറയണം വേറൊരു പൊട്ടുപൊത്തു പോലുമില്ല, അത് മുഴുവനും അതാ അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കുകയാണ്. അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. റാഫിഖ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു സഹായിക്കട്ടെ. ഉമ്മയുടെയും ഭാര്യയുടെയും രോഗം മാറാൻ റാഫിഖ്. നൂർ മുഹമ്മദ് എന്ന പൊന്നുമോൻ. ബദരീങ്ങളുടെ ബറക്കത്തുണ്ടാകുക. എന്റെ പ്രസംഗം വളരെ ഇഷ്ടപ്പെടുന്ന നൂർ മുഹമ്മദ് എന്ന പൊന്നുമോൻ. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ബദരീങ്ങളുടെ പേരിലാണ് ദുആ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, നൂർ മുഹമ്മദ് എന്ന പൊന്നുമോൻ എല്ലാ വൈകല്യങ്ങളും നീ മാറ്റിക്കൊടുക്കല്ലാ. ഹമീം പറയും, ഒരു നഷ്ടവുമില്ലല്ലോ. ഒരു സെക്കൻഡൊന്ന് ചുണ്ട് ചെലുത്തിച്ചാൽ
ഈ പാവപ്പെട്ട കുഞ്ഞിന്റെ വിഷമമല്ല മാറ്റിക്കൊടുക്കട്ടെ. നമുക്കും മക്കളുള്ളതല്ലേ, കൈ ചേർത്ത് പിടിക്കുക, ദുആ സ്വീകരിക്കട്ടെ. ഈ വന്നു പറയുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് എഴുന്നേറ്റ് പോകാൻ കഴിയുന്നില്ല, ഞങ്ങളൊക്കെ മിടുക്കന്മാരാണ്, ഉസ്താദിന്റെ വാതിൽ ഞങ്ങൾ വീണുപോയില്ല, ഞങ്ങൾ മയങ്ങിപ്പോയില്ല, ഞങ്ങൾ ഒരുപാട് പണം പല കാര്യത്തിനും കൊടുത്തവരാണ്. വേണ്ട പ്രിയപ്പെട്ടവരെ, വേണ്ട. മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അല്ലാഹു പടച്ചവനാണ്. എത്ര നാണയത്തൊട്ട് സമ്പാദിച്ചാലും ഇങ്ങനെ ഒരു സംരംഭത്തിൽ പറയണമെങ്കിൽ അല്ലാഹു തന്നെ തൗഫീഖ് തരണം റബ്ബേ. ഈ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വിഷമം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സഹോദരിമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സഹോദരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവർക്കൊക്കെ നീ വിജയം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഫേമസ് ബേക്കറിയുടെ സിദ്ദീഖ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ എത്രയോ ബിസിനസ്സുകൾ ഇതിന്റെ പരിസരത്തുണ്ട് അല്ലാഹ്. ഏതാവശ്യത്തിനും സഹായിക്കുന്ന സഹോദരൻ 10,000 രൂപ കയ്യിലെടുത്ത് തന്നിരിക്കുന്നു അല്ലാഹ്. ആ സഹോദരന്റെ ഭാര്യയെ, മക്കളെ, കുടുംബത്തെ, കൂട്ടുകാരെ നീ സഹായിക്കണേ അല്ലാഹ്. ബിസിനസ്സിൽ ഒരു നഷ്ടവും നീ കൊടുക്കല്ലേ അല്ലാഹ്. പുരോഗതി കൊടുക്കണേ അല്ലാഹ്, പുരോഗതി കൊടുക്കണേ അല്ലാഹ്. സിദ്ദീഖ് സവനൂരി ഖുദൂത്ത് കബീർ അല്ലാഹുമ്മ സല്ലി അലാ 25,000 ആണ് സിദ്ദീഖ്. ജംഷീർ, ഉമ്മയുടെയും ഭാര്യയുടെയും മാറാൻ ജംഷീർ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് റബ്ബേ. അവരുടെ രോഗം നീ മാറ്റിക്കൊടുക്കല്ല, അവരുടെ സങ്കടം നീ മാറ്റിക്കൊടുക്കല്ല, അവരുടെ നൊമ്പരം നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ജംഷീർ സിദ്ദീഖിന്റെ മക്കളുടെ രോഗമെല്ലാം മാറ്റിക്കൊടുക്കും. ആ ഹംസ എന്ന പേരിന്റെ ഉടമകളാവുന്നു. അൽഹംദുലില്ലാ. മരുമകന് ക്യാൻസർ രോഗമാണ്. ഈ വലിയ മജ്ലിസിൽ ബദരീങ്ങളുടെ ഹക്ക് കൊണ്ട് മാറണം 10,000 രൂപ. അതുപോലെ ഹംസ എന്ന സഹോദരൻ 10,000 രൂപ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കു പടച്ചവന്. ഈ സങ്കടങ്ങളും നൊമ്പരങ്ങളൊക്കെ തീർത്തു കൊടുക്കല്ല. ക്യാൻസർ രോഗം വല്ലാത്തൊരു തന്നെയാണ് റബ്ബേ. ബദരീങ്ങളുടെ ചരിത്രം പറഞ്ഞ ഈ മണ്ണിന്റെ പോരിശ കൊണ്ടല്ല, ആ രോഗത്തിന് പൂർണ്ണമായും നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആർക്കാണ് തോന്നുന്നത്? ഇന്നലെ പറഞ്ഞവർ, അതിനു മുമ്പ് പറഞ്ഞവർ, എത്രയോ മജ്ലിസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, ആർക്കാണ് തോന്നുന്നത് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ മനസ്സിൽ തോന്നുന്നവർ വരട്ടെ. അല്ലാഹുവേ പടച്ചവരെ, നീ അവരെ സഹായിക്കണേ അല്ലാഹ്, നീ അവരെ വിജയിപ്പിക്കണേ അല്ലാഹ്. അവരെ മനസ്സിന്റെ മുറാദുകൾ മുഴുവനും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരി നേരത്തെ കൊടുത്ത സ്വർണം കൂടാതെ, നേരത്തെ ഉസ്താദ് 2 സ്വർണത്തിന്റെ കാര്യം പറഞ്ഞത്, അത് കൂടാതെ ഒരു സ്വർണ്ണക്കമ്മൽ. അൽഹംദുലില്ലാഹ്. ബാക്കിയുള്ളവർ വരട്ടെ. നിങ്ങൾ പറഞ്ഞവര് പോയിരിക്കും, അവിടെ പോയി. ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഇബ്രാഹിം കുട്ടി ഖുദൂത്ത് കബീർ. അല്ലാഹു പ്രിയപ്പെട്ട ഉപ്പാക്ക് എല്ലാ പദവിയും കൊടുക്കട്ടെ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. സഹോദരിമാർ ചിന്തിച്ചിട്ട് പറയും, താല്പര്യമുള്ളവർ ബാബ ഹാജി ആരെങ്കിലും 2 ഹെൽപ്പിക്ക് താഴെ. ബാബ ഹാജി ഒരു സ്ത്രീ മകൻ ആസിലാകാൻ വേണ്ടി ഒരു സ്വർണം കൊടുക്കും. മകൻ ആസിലായി മരണപ്പെട്ട് ദുആ ചെയ്യുന്നുണ്ട്. 10,000 രൂപ. ഖുദൂത്ത് കബീർ. നമ്മുടെ പ്രിയ കൂട്ടുകാരാണ്. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു ജീവിപ്പിക്കട്ടെ. പേര് പറയാം, കൊടുത്തിട്ട് പേര് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മകന്റെ കാര്യം സാധിക്കാൻ വേണ്ടി ഒരു ഉമ്മയുടെ അഭ്യർത്ഥന 10,000 രൂപ. അടുത്തത് കഴിഞ്ഞില്ലേ? ക്യാൻസർ രോഗം മാറുന്നതിന് വേണ്ടി ഉപ്പയുടെ രോഗം മാറാൻ പൈസ തരണ്ട. എന്റെ പേര് കുട്ടിക്ക് വേണ്ടി എല്ലാ വേദിയിലും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് നസീം 10,000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, നസീം എന്ന സഹോദരന്റെ പൊന്നുമോന് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്, രോഗശാന്തി കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്.
ഇവിടെ വാളണ്ടിയേഴ്സൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വന്നോളി, എഴുന്നേറ്റ് നിന്നാൽ മതി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. പുറകിലൊന്നും എത്താത്തത് കൊണ്ടാണ്, അവർ ആള് വളരെ കുറവാണ്, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. 1-2 സഹോദരങ്ങളുണ്ട്, അവർ പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് എത്തിയില്ലെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടുക. ഇല്ലാത്തവർ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റ് നിൽക്കുകയോ കൈ ഉയർത്തുകയോ ചെയ്താൽ മതി, ഇൻഷാ അല്ലാഹ് അവരിവിടെ എത്തിക്കും. വീട്ടുകാർക്ക് മുഴുവനും ഹിദായത്ത് നിർബന്ധമാകണം, തെറ്റിപ്പോകരുത്. 25,000 രൂപ ഒരു കൂട്ടുകാരൻ പേര് നമ്പർ പറഞ്ഞു കൊടുക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, തന്റെ കുടുംബത്തിന്റെ ഹിദായത്തിന് വേണ്ടിയിട്ട് 25,000 പറഞ്ഞ ആ സാധുവായ നല്ല മനസ്സുള്ള സഹോദരൻ എല്ലാ നന്മയും നീ കൊടുക്കണേ അല്ലാ, എല്ലാ വിജയങ്ങളും നീ കൊടുക്കണേ അല്ലാ, എല്ലാ നൊമ്പരങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഷുഐബ് PT കുറ്റിപ്പുറം 10,000 രൂപ. ഷഫീർ 10,000 രൂപ. പേര് പറയാത്ത തൃക്കന്നാപുരത്തുള്ള ഒരു സഹോദരൻ 10,000 രൂപ. അങ്ങനെ 3 പേര്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഈ സഹോദരങ്ങളെ നീ സഹായിക്കണേ അല്ലാ, ആ സഹോദരങ്ങളുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. റബ്ബേ, പലതുള്ളി പെരുവെള്ളമെന്ന് പറയുന്ന പോലെ ഒത്തൊരുമയോടുകൂടി ചെയ്യുന്ന ഈ സ്വതക്ക നീ പൂർണ്ണമായും സ്വീകരിക്കണേ അല്ലാ. മകന്റെ രോഗം മാറാൻ വേണ്ടി അല്ലാഹു ആ രോഗം മാറ്റിക്കൊടുക്കട്ടെ. ഒരു സ്വർണ്ണ ലോക്കറ്റ്, സ്വർണ്ണക്കോയി ഭർത്താവിനും എനിക്കും കുറെ മരുന്ന് കഴിച്ചിട്ട് രോഗം മാറുന്നില്ല, വീട്ടിൽ പല ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മാറുന്നതിന് വേണ്ടി ഒരു സ്വർണ്ണക്കോയി ഇൻഷാ അല്ലാഹ് ശ്രമത്തിന് ദുആ ചെയ്യുന്നുണ്ട്. ബാക്കി 16,000 പറഞ്ഞു വരും. മരിച്ചുപോയി ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പേര് പറയരുത്. 10,000 രൂപ അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. 50 പാക്കറ്റ് സിമന്റ് 5 മാസം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പേര് പറയരുത്. ഉമ്മാന്റെയും മകന്റെയും രോഗം മാറുന്നതിന് വേണ്ടി, ഈമാനോട് മരിക്കുന്നതിന് വേണ്ടി 10,000 രൂപ. അൽഹംദുലില്ലാഹ്. പേര് പറയാത്ത മറ്റൊരു സഹോദരൻ 10,000 രൂപ. മരണപ്പെട്ടുപോയി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മുടെ സർവുദ്ദീൻ ഫൈസൽ